നോർമലി നമ്മളൊരു സെഷൻ എന്ന് പറഞ്ഞാൽ അത് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് പറഞ്ഞു തരാറുണ്ട്, തിയറി പറയാറുണ്ട്. ഈ ഒരു സെഷൻ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ നാളത്തെ പരീക്ഷയിൽ എന്താണ് ചോദിക്കാൻ സാധ്യത ഉള്ളത് അത് ബേസ് ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 50 ക്വസ്റ്റ്യൻസുകളുടെ ഒരു ഡീറ്റെയിൽഡ് ഡിസ്കഷൻ ആണ് നടക്കാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു സെഷന് കംപ്ലീറ്റ് ആവുന്നത് വരെ നമ്മൾ കണ്ടിന്യൂ ചെയ്യും. നമ്മൾ 5:30 എന്നാണ് ടൈം പറഞ്ഞത്. ഈ 50 ക്വസ്റ്റ്യൻ എപ്പോൾ കംപ്ലീറ്റ് ആവുന്നോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഈ ഒരു സെഷന് വൈൻഡ് അപ്പ് ചെയ്യും. സോ ഞാനിത് കമ്പൽ ചെയ്തിട്ട് നിങ്ങൾ കാണണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ പരീക്ഷയ്ക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ഞാൻ കുറച്ച് സമയം നിങ്ങൾക്ക് തരും. ഒരു കാര്യം ചെയ്യുന്നുണ്ട്, നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ സെഷൻ അറ്റൻഡ് ചെയ്യാം. ഇൻ കേസ് ചിലപ്പോൾ നോട്ട് എഴുതിയെടുക്കാനും ക്വസ്റ്റ്യൻ എഴുതിയെടുക്കാനും നിങ്ങൾക്ക് സമയം കിട്ടിയെന്ന് വരില്ല. പരമാവധി ആൻസർ എഴുതാൻ നോക്കുക, ക്വസ്റ്റ്യൻ എഴുതി എടുക്കുക വേണ്ട. അങ്ങനെ ക്വസ്റ്റ്യൻ എഴുതി എടുക്കാണ്ട് നിങ്ങൾ ആൻസർ മാത്രം ട്രൈ ചെയ്യുക. കാരണം ഞാൻ ഇതിന്റെ PDF ഞാൻ നിങ്ങൾക്ക് അയച്ചു തരികയും ചെയ്യും. ഓക്കെ, അപ്പൊ ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേണമെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസുകൾ നോക്കാനും പറ്റും. ഞാൻ ഒറ്റ പ്രാവശ്യം ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യും. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഒന്നും ഉണ്ടാവില്ല. സോ ഈ ഒരു സെഷനിലേക്ക് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇനി സാധാരണഗതിയിൽ നമ്മൾ എപ്പോഴും ക്വസ്റ്റ്യൻ ഡിസ്കഷൻ എന്ന് പറയുന്ന ആദ്യത്തെ ചാപ്റ്റർ നമ്മൾ തുടങ്ങും, എന്നിട്ട് ലാസ്റ്റിലേക്ക് ആകുന്ന സമയത്ത് നമ്മൾ കുറച്ചൊക്കെ കുറെ കഴിയുന്ന സമയത്ത് ഇപ്പോൾ തുടക്കത്തിലുള്ള എനർജി ഒക്കെ കുറച്ച് കഴിഞ്ഞാൽ പോകും. അതുകൊണ്ട് ഞാൻ തിരിച്ചിങ്ങനെയാണ് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏറ്റവും ലാസ്റ്റ് ചാപ്റ്റർ ആണ് ഞാൻ ആദ്യം ഡിസ്കസ് ചെയ്യുക. അതിനുശേഷം ബാക്കോട്ട് വന്നിട്ട് ഫസ്റ്റ് സെറ്റ്സ് വരെ നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ പോകും. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏറ്റവും അവസാനത്തെ ചാപ്റ്ററിൽ നിന്ന് പ്രോബബിലിറ്റിയിൽ നിന്നുള്ള ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇഫ് E and F are two events such that P of E is equal to 1/4 and P of F equal to 1/2, P of E and F equal to 1/8, find P of E or F, not E and not F. അപ്പൊ ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ് ഞാൻ പറഞ്ഞുതരാണ്. ആൻഡ് ഉദ്ദേശിക്കുന്നത് ഏത് ഓപ്പറേഷനാണ് റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവുക, ഇന്റർസെക്ഷൻ. അതേപോലെ തന്നെ ഓർ എന്ന് പറഞ്ഞാൽ അത് യൂണിയനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവും. അതേപോലെ നോട്ട് എന്ന് പറഞ്ഞാൽ കോംപ്ലിമെന്റിനെ ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവുക. കോംപ്ലിമെന്റ്. ഓക്കെ, നോട്ട് എന്ന് പറയുന്നത് കോംപ്ലിമെന്റിനെ ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവുക. സോ ഇവിടെ ഈ ക്വസ്റ്റിൽ തന്നിരിക്കുന്നത് P of E, P of F തന്നിട്ടുണ്ട്. ഇനി P of E and F എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്, P of E ഇന്റർസെക്ഷൻ F. നിങ്ങൾക്ക് ഇന്ററാക്ട് ചെയ്യട്ടെ കുട്ടികളെ. P of E ഇന്റർസെക്ഷൻ F. P of E ഇന്റർസെക്ഷൻ F ന്റെ വാല്യൂ ആണ് 1/8. ഇനി നിങ്ങളോട് കാണാൻ ചോദിച്ചിരിക്കുന്നത് P of E or F എന്നാണ്. P of E or F എന്ന് പറഞ്ഞാൽ P of E യൂണിയൻ F ആണ്. ഇതിന്റെ ഫോർമുല എല്ലാവർക്കും അറിയാം. എന്താണ് ഇതിന്റെ ഫോർമുല? P of E പ്ലസ് P of F മൈനസ് P of E ഇന്റർസെക്ഷൻ F. ദാറ്റ് വിൽ ബി ഈക്വൽ ടു P of E ന്റെ വാല്യൂ 1/4 പ്ലസ് P of F ന്റെ വാല്യൂ 1/2 മൈനസ് P of E ഇന്റർസെക്ഷൻ F ന്റെ വാല്യൂ 1/8. ഞാൻ ഒരു കാര്യം ചെയ്യാണ്, 8 LCM എടുക്കുകയാണ്. 8 LCM എടുക്കുമ്പോൾ ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 2 ഇവിടെ 4 കൊണ്ട് 4 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. ദാറ്റ് ഇസ് ഈക്വൽ ടു 6 - 1 5/8. ഓക്കെ, P of E യൂണിയൻ F 5/8. ദെൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് P of നോട്ട് E ആൻഡ് നോട്ട് F എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ നോട്ട് E കൊണ്ട് ഉദ്ദേശിക്കുന്നത് E കോംപ്ലിമെന്റ് ആണ്, ആൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്റർസെക്ഷൻ ആണ്, നോട്ട് F കൊണ്ട് ഉദ്ദേശിക്കുന്നത് F കോംപ്ലിമെന്റ് ആണ്. P of E കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ F കോംപ്ലിമെന്റ്. ആക്ച്വലി ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ സെറ്റ്സിലൊക്കെ പഠിക്കുന്നത് നമ്മുടെ ഡി മോർഗൻസ് ലോ ആണ്. A യൂണിയൻ B കോംപ്ലിമെന്റ് ഈക്വൽ ടു A കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ B കോംപ്ലിമെന്റ് അല്ലേ. അതേപോലെ E കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ F കോംപ്ലിമെന്റ് എന്ന് പറയുന്നതിനെ E യൂണിയൻ F ഓൾ കോംപ്ലിമെന്റ് എന്ന് എഴുതാൻ പറ്റും. ആൻഡ് ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1 മൈനസ് P of E യൂണിയൻ F. അതിൽ E യൂണിയൻ F ഓൾറെഡി നമ്മൾ കണ്ടുവച്ചു. സോ 1 മൈനസ് 5/8 വിച്ച് ഇസ് ഈക്വൽ ടു 3/8. ഇതായിരിക്കും ഇതിന്റെ ആൻസർ. അപ്പൊ ഈ രീതിയിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. സോ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ കമ്മിറ്റി ഓഫ് 2 persons is selected from 2 men and 2 women എന്നാണ് പറഞ്ഞത്. നമ്മൾ കയ്യിലുള്ളത് 2 men ഉണ്ട്, അതേപോലെ തന്നെ 2 women ഉണ്ട്. അവിടുന്ന് ഒരു കമ്മിറ്റിനെ എനിക്ക് ഫോം ചെയ്യണം. ഓക്കെ, A committee of 2 persons is selected. 2 പേരെ സെലക്ട് ചെയ്യണം. ശ്രദ്ധിക്കണം, 2 പേരെ സെലക്ട് ചെയ്യണം. What is the probability that the committee will have 1 man, 2 men എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് 1 man എന്നുള്ളത് പ്രോബബിലിറ്റി ഓഫ് 1 man. പ്രോബബിലിറ്റി ഓഫ് 1 man എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 man എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും 2 പേരെ സെലക്ട് ചെയ്യണം. 1 man എന്ന് പറയുന്ന സമയത്ത് ഒരാൾ മെൻ ആയിരിക്കും, അടുത്ത ആൾ എന്തായിരിക്കും, വിമൺ ആയിരിക്കും. നമ്മൾ എന്തായാലും 2 പേരെ സെലക്ട് ചെയ്യുന്നുണ്ട്. അതിൽ ഒരു മെൻ എന്ന് പറഞ്ഞാൽ അത് ഡിഫോൾട്ട് ആണ്, അത് രണ്ടാമത്തെ ആൾ എന്തായിരിക്കും, വിമൺ ആയിരിക്കും. സോ ഇവിടുന്ന് ഞാൻ ഒരാളെ സെലക്ട് ചെയ്യണം. ദാറ്റ് ഇസ് 2C1. പിന്നെ സെലക്ഷൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇൻഡു ആണ് കുട്ടികളെ ഇട്ട് കൊടുക്കേണ്ടത്. സെലക്ഷൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇൻഡു. രണ്ടാമത്തത്
1 women എന്നാണ് എടുക്കുന്നത്. സോ 1 women എന്ന് എടുക്കുന്ന സമയത്ത് 2C1 ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്ര കേസുള്ളത്, ടോട്ടൽ 4 പേര്, അതിൽ നിന്ന് 2 പേര് സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ 4C2. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് 2C1ന്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാം 2 ആണ്. 2C1ന്റെ വാല്യൂ 2 ആണ്. 4C2ന്റെ വാല്യൂ ഒക്കെ നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ കാണാം. സിമ്പിൾ ആയിട്ട് അല്ലാണ്ട് തന്നെ കാണാട്ടോ കുട്ടികളെ. എങ്ങനെ 4 into 3 divided by 1 into 2 എന്ന് എടുത്താൽ മതി. സോ ആൻസർ 2 into 3 6 ആയിരിക്കും. 2 into 3 6. ഓക്കെ, സോ യുവർ ആൻസർ 2 6 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 2/3 ആയിരിക്കും നിങ്ങളുടെ ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ. രണ്ടാമത്തത് സെക്കൻഡ് വൺ 2 men എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പേരെയും ഇവിടെ തന്നെ സെലക്ട് ചെയ്യണം. ഓക്കെ, P of 2 men. P of 2 men എന്ന് പറയുമ്പോൾ 2 പേരെയും നമ്മൾ അവിടെ നിന്ന് സെലക്ട് ചെയ്യണം. സോ 2C2 ഡിവൈഡഡ് ബൈ എന്താ ഉണ്ടാവുക 4C2 തന്നെ. ദാറ്റ് ഇസ് ഈക്വൽ ടു 2C2 എന്ന് പറഞ്ഞാൽ 1 ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഡിവൈഡഡ് ബൈ 4C2 എന്ന് പറഞ്ഞാൽ 6 ആണ്. സോ ദ ആൻസർ ഇസ് 1/6. ഓക്കെ, അപ്പൊ ഈ രീതിയിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. എല്ലാവരും നന്നായിട്ട് കോൺസെൻട്രേഷൻ, ഒരു സെക്കൻഡ് പോലും ഇവിടെ കോൺസെൻട്രേഷൻ വിട്ടുപോരുത്. ഫുൾ കോൺസെൻട്രേഷനിൽ തന്നെ ക്ലാസ്സിൽ ഇരിക്കുക. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. One card is drawn from a pack of 52 playing card. Find the probability that the card drawn is a black. നിങ്ങൾക്കറിയാം കാർഡിന്റെ ഡിസ്ട്രിബ്യൂഷൻ. 52 കാർഡ്സ് ഉണ്ട്. അതിൽ 26 ബ്ലാക്ക് ആണ്, 26 റെഡ് ആണ്. ഓക്കെ, ആ 26 ബ്ലാക്കിൽ 13 ക്ലബ് ആണ്, 13 സ്പേഡ് ആണ്. അതേപോലെ തന്നെ 26 റെഡില് 13 ഹാർട്ട് ആണ്, 13 ഡയമണ്ട് ആണ്. ഓക്കെ, 13 ഡയമണ്ട് ആണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് 1 കാർഡ് ഇസ് ഡ്രോൺ എന്നാട്ടോ ചോദിച്ചിരിക്കുന്നത്. ഒരു കാർഡേ ഡ്രോൺ ചെയ്യുന്നുള്ളൂ. ദ കാർഡ് ഡ്രോൺ ഇസ് എ ബ്ലാക്ക് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഒരു കാർഡ് മാത്രമാകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം, ഫസ്റ്റ് ക്വസ്റ്റ്യനെ അതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് ബ്ലാക്ക്, അല്ലെങ്കിൽ ഞാൻ ആ പ്രോബബിലിറ്റിക്ക് ഒരു പേര് കൊടുക്കാണ്, P of A എന്ന് പേര് കൊടുക്കാൻ കേട്ടോ. P of A എന്ന് പറയുന്നത് ഒരു കാർഡ് ആണെങ്കിൽ കുട്ടികളെ നിങ്ങൾ C എഴുതണം എന്നില്ല കേട്ടോ. അതായത് 26C1 വേണമെങ്കിൽ എഴുതാം, ഡിവൈഡഡ് ബൈ 52C1. കാരണം രണ്ടെണ്ണാകുമ്പോൾ എന്തായാലും നിങ്ങൾ കോമ്പിനേഷൻ എഴുതണം. കോമ്പിനേഷൻ വെച്ചിട്ട് തന്നെ എഴുതണം. ഒരെണ്ണാകുമ്പോൾ ജസ്റ്റ് 26/52 എന്ന് എഴുതിയാലും പ്രശ്നമൊന്നുമില്ല. അതിനായിരിക്കും ആൻസർ 26/52. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1/2. 2 കാർഡ് ആകുമ്പോൾ എന്തായാലും നിങ്ങൾ കോമ്പിനേഷൻ C നിങ്ങൾ യൂസ് ചെയ്യും വേണം. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ കാർഡ് ഡ്രോൺ ഇസ് എ ഫേസ് കാർഡ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ 13 എണ്ണത്തിൽ ഓരോന്നുള്ളത് എയ്സ്, കിങ്, ക്യൂന്, ജാക്ക്, 10, 9, 8, 7, 6, 5, 4, 3, 2 ആണ്. ഇതൊക്കെ ഓരോ സ്യൂട്ടാണ്. ഓരോ സ്യൂട്ടിനകത്തും ഇതേപോലെ ഉണ്ടാവുക. അതിനകത്ത് കിങ്, ക്യൂന്, ജാക്കിനെയാണ് ഫേസ് കാർഡ് എന്ന് പറയുക. അപ്പൊ ടോട്ടൽ എത്ര ഫേസ് കാർഡ് ഉണ്ടെന്ന് അറിയാം. ടോട്ടൽ ഫേസ് കാർഡ് ഓരോന്നിലും 3 എണ്ണം വെച്ചാകുമ്പോൾ ടോട്ടൽ 12 ഫേസ് കാർഡ് ഉണ്ടാവും. അപ്പൊ അതിന്റെ ഒരു പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 12 എണ്ണത്തിൽ നമ്മൾ ഒരെണ്ണാണ് സെലക്ട് ചെയ്യുന്നത്. സോ 12C1 ഡിവൈഡഡ് ബൈ 52C1, അത് വെച്ച് 12/52. ഓക്കെ, നമുക്ക് ചെറുതാക്കുകയാണെങ്കിൽ 6/26 അല്ലെങ്കിൽ 3/13 എന്ന് എടുക്കാം. 3/13. തേർഡ് ക്വസ്റ്റ്യൻ. ദ കാർഡ് ഡ്രോൺ ഇസ് എ ബ്ലാക്ക് ഫേസ് കാർഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബ്ലാക്ക് ഫേസ് കാർഡ്. ഈ ബ്ലാക്ക് ഫേസ് കാർഡ് എന്ന് പറയുന്ന സമയത്ത് ഫേസ് കാർഡ് അല്ലേ, ബ്ലാക്ക് ഫേസ് കാർഡ് എന്ന് പറയുമ്പോൾ ഇത് മാത്രം ഇതിൽ 3 എണ്ണം ഉണ്ടാവും, ഇതിൽ 3 എണ്ണം ഉണ്ടാവും. അപ്പൊ ടോട്ടൽ ബ്ലാക്ക് ഫേസ് കാർഡ് 6 എണ്ണാണ്. സോ അതിന്റെ ഒരു പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 6C1 ഡിവൈഡഡ് ബൈ 52C1 ഓർ 6/52. ഒന്നുകൂടി ചെറുതാക്കിയാൽ 3/26 എന്നുണ്ടാവും. ബ്ലാക്ക് ഫേസ് കാർഡ് എന്നാട്ടോ പറഞ്ഞത്. ബ്ലാക്ക് ഫേസ് കാർഡ്, ബ്ലാക്കിലുള്ള ഫേസ് കാർഡ്. കാരണം ഇതിൽ 3 എണ്ണം ഉണ്ടാവും, ഇതിൽ 3 ഉണ്ടാവും. അപ്പൊ ടോട്ടൽ 6 എണ്ണം. അപ്പൊ ഞാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളെ. വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിലേക്കാണ് പോകുന്നത്. നെക്സ്റ്റ് ചാപ്റ്ററിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്സിൽ 3 ക്വസ്റ്റ്യൻ ആണ്. അതിൽ തന്നെ 2 ക്വസ്റ്റ്യൻ ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള ഡേറ്റ, ഇതേപോലെ ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള ഡേറ്റ തന്നിട്ട് അതിന്റെ മീനും വേരിയൻസും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും 5 മാർക്ക് വരെ ചോദിച്ചേക്കാം. 6 മാർക്കിന്റെ ക്വസ്റ്റ്യനിൽ കണ്ടാലും അത്ഭുതപ്പെടാനില്ല. അപ്പൊ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു ഫോർമുല ഞങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. ഒറ്റ ഫോർമുല പഠിച്ചു വെച്ചാൽ മതി. ആദ്യം എക്സ് ബാർ കാണാൻ 2 ഫോർമുല. എക്സ് ബാർ കാണാനുള്ള ഒരു ഫോർമുല എന്ന് പറഞ്ഞാൽ സിഗ്മ FI ഇൻറ്റു XI ഡിവൈഡഡ് ബൈ സിഗ്മ FI. അതേപോലെ വേരിയൻസ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സിഗ്മ FI ഇൻറ്റു XI സ്ക്വയർ ഡിവൈഡഡ് ബൈ സിഗ്മ FI മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ എന്നാണ്. മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ. സിഗ്മ FI ഇൻറ്റു XI സ്ക്വയർ ഡിവൈഡ് ബൈ സിഗ്മ FI മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഫോർമുല. അപ്പൊ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കേസ് ഇത്രയേ ഉള്ളൂ. ഇവിടെ ഒരു കോളം വരിക, XI FI എന്ന് പറഞ്ഞിട്ട് കോളം വരിക. 8, 11, 17, 20, 25, 30, 35. ഓക്കെ,
എഫ് ഐന്റെ കോളത്തിൽ ആരൊക്കെ ഉണ്ടാവും? 2, 3, 4, 1, 5, 7, 3. അപ്പൊ നമ്മൾ എക്സ് ബാർ കാണാൻ വേണ്ടി നമുക്ക് എഫ് ഐ എക്സ് ഐ എന്ന് പറഞ്ഞ ഒരു കോളത്തിന്റെ ആവശ്യമുണ്ട്. അപ്പൊ ഞാൻ എഫ് ഐ എക്സ് ഐ എന്ന് പറഞ്ഞ ഒരു കോളം വരയ്ക്കും. അവിടെ 16, 33, 68, 20, 125, 210, 105. എനിക്ക് ഏതെങ്കിലും ന്യൂമറിക്കൽ വാല്യൂസ് തെറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് കറക്റ്റ് ചെയ്യണം കേട്ടോ കുട്ടികളെ. ഇൻ കേസ് നമ്മൾ ടോട്ടൽ ആഡ് ചെയ്യുമ്പോൾ 5, 10, 18, 21, 27, 7, ബാക്കി 2, 3, 5, 7, 13, 16, 17, 7, ബാക്കി 1, 2, 4, 5. ഓക്കെ, 577. നിങ്ങൾ ആഡ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കറക്റ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ ആഡ് ചെയ്യുമ്പോൾ 10, 15, 16, 20, 23, 25. ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് ആഡ് ചെയ്യാം. (16, 33, 68, 20, 125, 210, 105, 577 divided by 25. That is 23 ആയിരിക്കും നിങ്ങളുടെ എക്സ് ബാർ. 23.08. X bar is equal to sigma fi xi divided by sigma fi, and that is equal to 577 divided by 25, which is equal to 23.08. ഇനി അടുത്തൊരു കോളം നെക്സ്റ്റ് നമുക്ക് വേണ്ടത് fi into xi സ്ക്വയർ ആണ്. അപ്പൊ അതിന് വേണ്ടി എന്ത് ചെയ്യണം വെച്ച് കഴിഞ്ഞാൽ ഒരു xi സ്ക്വയറിന്റെ പുതിയ കോളം വരയ്ക്കണം. അവിടെ ഇതിന്റെ ഒക്കെ സ്ക്വയർ എടുക്കണം. 64, 121, 17 സ്ക്വയർ എന്ന് പറയുമ്പോൾ 289, 20 സ്ക്വയർ 400, 25 സ്ക്വയർ 625, 13 സ്ക്വയർ 900, 35 സ്ക്വയർ 1225. ഇനി ഇതിനെ ഫ്രീക്വൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഫ്രീക്വൻസി കൊണ്ട് fi into xi സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മുടെ ഇക്വേഷൻ ആലോചിച്ചാൽ മതി. നമ്മുടെ ഇക്വേഷൻ എന്താ ഉള്ളത് വീട്ടിലെ? നമ്മുടെ ഇക്വേഷൻ ഉള്ളത് fi into xi സ്ക്വയർ ആണ് അല്ലേ? അപ്പൊ നമ്മൾ ഇതിനെ ഫ്രീക്വൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 128, ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 363, 4 into 289, 4 into 289, 1156, 1156, 1 into 400, 400, 5 into 3125, 6300, ഇവിടെ 3 into 1225, 3675 plus 3675 plus 6300 plus 3125 plus 400 plus 1156 plus 363 plus 128, 15,147. ഇനി നമുക്ക് എന്ത് ചെയ്യാം? എക്സ് വേരിയൻസിന്റെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ fi xi സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ വാല്യൂ ആണ്. ഓക്കെ, സിഗ്മ fi xi സ്ക്വയർ ഡിവൈഡഡ് ബൈ സിഗ്മ fi മൈനസ് എക്സ് ബാർ സ്ക്വയർ ആണല്ലോ. അപ്പൊ സിഗ്മ fi xi സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ വാല്യൂ ആണ്. ദാറ്റ് ഈസ് 15147 ഡിവൈഡഡ് ബൈ സിഗ്മ fi എന്ന് പറയുമ്പോൾ ഇതിന്റെ വാല്യൂ 25. ഓക്കെ, 25 മൈനസ് എക്സ് ബാറിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 23.08 സ്ക്വയർ divided by 25, that is 605. 605 minus 23.08 into 23.08, 532. 532. That will be equal to 605 minus 532, 73. അപ്പൊ സിഗ്മ സ്ക്വയറിന്റെ വാല്യൂ 73 ആണ്. ഇനി നമുക്ക് ഇതിൽ എന്താ കാണേണ്ടത്? കാൽക്കുലേറ്റ് വേരിയൻസ് കഴിഞ്ഞിട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ചോദിച്ചിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ചോദിച്ചാൽ ഇതിപ്പോ വേരിയൻസ് ആട്ടോ കുട്ടികളെ, ഇത് വേരിയൻസ് ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ആകെയുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിന്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. ഇതിന്റെ ഒരു സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടും. ഇതാണ് ഡിസ്ക്രീറ്റിൽ ചോദിച്ചു കഴിഞ്ഞാല്. ഇനി കണ്ടിന്യൂസ്ലി ഇതേപോലെ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ കണ്ടിന്യൂസ് ഞാൻ ഫുൾ ആയിട്ട് ചെയ്യുന്നില്ല. നമ്മൾ എന്ത് ചെയ്യുക? ഇതേപോലെ തന്നെ ചെറിയൊരു മാറ്റം ഉള്ളത് ഇത്രേ ഉള്ളൂ. ഈ മാർക്ക് ഫ്രീക്വൻസി അപ്പൊ നമ്മൾ അതേപോലെ എഴുതി വെക്കുക. 30, 40, 40, 50, 50, 60, 60, 70, 70, 80, 80, 90,
and 90 100 ഇങ്ങനെ എഴുതി വെക്കുക. എന്നിട്ട് അതിന്റെ ഫ്രീക്വൻസി എഴുതി വെക്കുക. 3 7 12 15 8 3 2. അപ്പൊ ഇനി എന്താണ് കണ്ടിന്യൂസും മറ്റേത് നമ്മൾ വ്യത്യാസം ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ ഇന്റർവെൽ തന്നു കഴിഞ്ഞാൽ അതിനെ ഡിസ്ക്രീറ്റ് ആക്കി മാറ്റാൻ വേണ്ടി ഇവിടെ ഒരു സ്റ്റെപ്പ് കൂടി എഴുതണം. അതിൽ നിങ്ങൾ എഴുതേണ്ടത് ഇതിന്റെ മിഡ് പോയിന്റ് ആണ് എഴുതി കൊടുക്കുക. ഇത് രണ്ടും ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 2 കൊടുക്കുക. ഇപ്പൊ 70 ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 35. പിന്നെ ബാക്കിയൊക്കെ അതേപോലെ 45 55 65 75 85 95 ഇപ്പൊ ഒക്കെ സെയിം ആയി. നേരത്തെ ചെയ്ത പോലെ തന്നെ അതേപോലെ ഒരു പ്രോബ്ലം ആയി. ഇനി എന്ത് ചെയ്യണം? മീൻ കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ ഒരു പുതിയ കോളം വരയ്ക്കണം. FI/XI. ഓക്കെ, എന്നിട്ട് സിഗ്മ FI/XIനെ സിഗ്മ FI കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മീൻ കിട്ടി. ഇനി വേരിയൻസ് കിട്ടണമെങ്കിൽ നിങ്ങൾ ഒരു കോളം വീണ്ടും വരയ്ക്കണം. XI² എന്ന് പറഞ്ഞൊരു കോളം വരയ്ക്കണം. അതിനെ ഫ്രീക്വൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് സിഗ്മ FI/XI² ഡിവൈഡഡ് ബൈ സിഗ്മ FI ചെയ്തിട്ട് -X⁻² എന്ന് പറഞ്ഞ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായി? ഫൈനൽ ആൻസർ ആയി. ഓക്കെ, ഇത് സെയിം പ്രൊസീജിയർ ആണ്. ഒരുപാട് സമയം എടുക്കുന്നതിനെ കൊണ്ട് ഞാനിപ്പോൾ ചെയ്യുന്നില്ല. ഓക്കെ, സോ സ്റ്റാറ്റിയിലെ പ്രോബ്ലങ്ങൾ നിങ്ങൾ പരമാവധി ലാസ്റ്റ് ടൈമിലേക്ക് മാറ്റി വെക്കുന്നതാണ് നല്ലത്. കാരണം നമ്മുടെ കാൽക്കുലേഷൻ തെറ്റിപ്പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ചെറിയ ചെറിയ നമ്പറുകളൊക്കെ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അത് നിങ്ങളെ കുറച്ച് ലാസ്റ്റിലേക്ക് മാറ്റി വെക്കുന്നതായിരിക്കും നന്നാവുക. ഓക്കെ, ടൈം കൺസ്യൂമിംഗ് ആണ്. എന്നാൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ. ഇത് നമ്മുടെ ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയ ആണ്. നോക്കാം. മീന്, ഇതിന്റെ മീൻ കാണാൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഇതിന്റെ മീൻ കാണാൻ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം എടുത്തിട്ട് ആഡ് ചെയ്യാം. 4 + 7 + 8 + 9 + 10 + 12 + 13 + 17 ഡിവൈഡഡ് ബൈ എത്ര നമ്പർ ഉണ്ടോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1 2 3 4 5 6 7 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. That will be equal to 30 42 52 61 69 11 19 28 38 40 14 53 60 70 80 ആണ്. 80 ഉണ്ട്. 80/8. ഓക്കെ, അപ്പൊ മീൻ കിട്ടുന്നത് 10 ആണ്. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒറ്റയടിക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. അത് സ്വാഭാവികമായിട്ടും നമുക്ക് വേരിയൻസ് കണ്ടിട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇതിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്. സിഗ്മ XI - X bar, സിഗ്മ XI - X bar ഹോൾ സ്ക്വയർ, അല്ലെങ്കിൽ നമ്മൾ അതേപോലെ മറ്റേ ഫോർമുല തന്നെ യൂസ് ചെയ്യാം. സിഗ്മ XI² ഡിവൈഡഡ് ബൈ n - X bar ഹോൾ സ്ക്വയർ. ഓക്കെ, സിഗ്മ XI² ബൈ n - X bar ഹോൾ സ്ക്വയർ. കാരണം ഇവിടെ ഫ്രീക്വൻസി ഇല്ല. അല്ലെങ്കിൽ നമ്മൾ സിഗ്മ FI കൊണ്ട് ന്യൂമറേറ്ററും ഇവിടെയും സിഗ്മ FI കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും, ഇവിടെയും മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. പക്ഷെ ഇവിടെ അതിന്റെ ആവശ്യമില്ല. ഇവിടെ നമുക്ക് സിഗ്മ XI², അതായത് സിഗ്മ XI² എന്ന് പറഞ്ഞാൽ ഓരോന്നിന്റെ സ്ക്വയർ എടുക്കാം. ഓക്കെ, 4² + 7² + 8² + 9² + 10² + 12² + 13² + 17² ഡിവൈഡഡ് ബൈ n. n എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8 മൈനസ് X bar നമ്മൾ ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ട്. സോ 10ന്റെ സ്ക്വയർ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേരിയൻസ് കിട്ടും. അതിന്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടും. ഓക്കെ, സോ ആ ഒരു സ്റ്റെപ്പ് ഞാൻ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതേ ഉള്ളൂ. ആ ഒരു കാൽക്കുലേഷൻ നിങ്ങൾ ചെയ്തു നോക്കാം. സോ നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാം. ഓക്കെ, റൈറ്റ് ദ നെഗേഷൻ ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്. ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അതിന്റെ നെഗേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എവറി നാച്ചുറൽ നമ്പർ ഇസ് ഗ്രേറ്റർ ദാൻ 0. അതിന്റെ ഓപ്പോസിറ്റ് മീനിങ് കിട്ടിയാൽ മതി. എവറി നാച്ചുറൽ നമ്പർ ഇസ് ഗ്രേറ്റർ ദാൻ 0 എന്നുള്ളത് പകരം എവറി നാച്ചുറൽ നമ്പർ ഇസ് ലെസ് ദാൻ 0 എന്ന് ഒരു തരത്തിൽ വേണമെങ്കിൽ എഴുതാം. കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുന്നത് ഈ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ മുന്നേ ആയിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു ഫ്രേസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ് എന്ന് സ്റ്റാർട്ടിങ്ങിൽ അങ്ങ് എഴുതി കൊടുക്കുക. എന്നിട്ട് ഈ ക്വസ്റ്റ്യൻ അതേപോലെ അങ്ങ് എഴുതി വെച്ചേക്കാം. എവറി നാച്ചുറൽ നമ്പർ, ഞാൻ പറയാൻ പോകുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് പറയുന്നത്. സോ എവറി നാച്ചുറൽ നമ്പർ ഈസ് ഗ്രേറ്റർ ദാൻ 0. ഇതാണ് നെഗേഷൻ എഴുതാനുള്ള സ്റ്റേറ്റ്മെന്റ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ്. നെക്സ്റ്റ്, റൈറ്റ് എ കോൺട്രാ പോസിറ്റീവ് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, കോൺട്രാ പോസിറ്റീവ് എഴുതുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ if p then q ഫോർമാറ്റിലാണെങ്കിൽ അതാണ് കോൺട്രാ പോസിറ്റീവിന്റെ സ്റ്റേറ്റ്മെന്റ് സാധാരണ ചോദിക്കല്. if p then q. അപ്പൊ ഇതിന്റെ കോൺട്രാ പോസിറ്റീവ് എന്ന് പറഞ്ഞാല് if negation q then negation p ആണ്. ഓക്കെ, അപ്പൊ ആദ്യം ഇതിന്റെ നെഗേഷൻ എഴുതണം. ഇതിന്റെ നെഗേഷൻ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഭാഗത്തിന്റെ നെഗേഷന് if
if a triangle is not isosceles, 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 then it is not equilateral, then it is not equilateral, then it is not equilateral, then it is not equilateral. അപ്പൊ ഇതാണ് ഇതിന്റെ നെഗേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ കോൺട്രാപോസിറ്റീവ് എന്ന് പറയുന്നത്, ഇതിന്റെ കോൺട്രാപോസിറ്റീവ്. അടുത്ത് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്, പ്രൂവ് ദാറ്റ് മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ റൂട്ട് 2 ഇസ് ഇറാഷണൽ. അത് എങ്ങനെ എഴുതാന്ന് വെച്ച് കഴിഞ്ഞാൽ, റൂട്ട് 2 ഇറാഷണൽ ആണെന്ന് എഴുതാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ പറയുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എന്ത് ചെയ്താ, assume ചെയ്യുക. നിങ്ങൾ assume ചെയ്യുക root 2 is rational എന്ന് assume ചെയ്യുക. Assume that root 2 is rational. That means root 2 is equal to a by b എന്ന് assume ചെയ്യുക, where a and b have no common factor. Where a and b have no common factor. A and b have no common factor. A and b have no common factor. ഇത് നമ്മൾ ആദ്യമായിട്ട് assume ചെയ്യുക. അതിനുശേഷം രണ്ട് സൈഡ് ഒന്ന് സ്ക്വയർ ചെയ്യുക. അപ്പൊ 2 is equal to a square by b square എന്ന് കിട്ടും. So a square equal to എന്ത് കിട്ടും, 2b square. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് 2 divides b എന്ന് മനസ്സിലാക്കാം, 2 divides a എന്ന് മനസ്സിലാക്കാൻ പറ്റും. 2 divides a, നമുക്ക് a നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ 2 ന്റെ മൾട്ടിപ്പിൾ ആണ് a എന്നാണ് അതിന്റെ അർത്ഥം. 2 ന്റെ മൾട്ടിപ്പിൾ ആണ് a. ദാറ്റ് മീൻസ് a is equal to 2c എന്ന് എഴുതി. a equal to 2c എന്നോ 2k എന്നോ എന്ത് വേണമെങ്കിലും എഴുതാം. അപ്പൊ ഞാൻ ഇതൊന്ന് സ്ക്വയർ ചെയ്യുകയാണെങ്കിൽ a square equal to എന്ത് കിട്ടും, 4c square എന്ന് കിട്ടും. a square equal to 4c square. അത് ഇതുമായിട്ടൊന്ന് കമ്പയർ ചെയ്യാം. രണ്ടിന്റെ ലെഫ്റ്റ് സൈഡിൽ എ സ്ക്വയർ അല്ലേ ഉള്ളത്. സോ നമുക്ക് എന്ത് എഴുതാം, 2b square is equal to 4c square എന്ന് എഴുതാം. അപ്പൊ അവിടെ നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടുക, 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ b square is equal to 2c square എന്ന് കിട്ടും. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താണ്, 2 divides b. ഓക്കെ, അപ്പൊ ഇവിടുന്ന് ഇത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എടുത്ത അസംഷനെ കോൺട്രഡിക്ട് ചെയ്യാണ്. അതായത് നമ്മൾ പറഞ്ഞത് a and b have no common factor എന്നാണ്. Therefore which contradict our assumption, which contradict our assumption 2 is a common factor of a and b. 2 is common factor of a and b. Therefore we can say that root 2 is irrational. ഓക്കെ, അത് റൂട്ട് 2 ഇറാഷണൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതാണ് വേറൊരു ക്വസ്റ്റ്യന്. ദെൻ റൈറ്റ് ദ കോൺവേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്. ഈ കോൺവേഴ്സ് ചോദിക്കുമ്പോഴല്ലോ കുട്ടികളെ, കോൺവേഴ്സ് ചോദിക്കുമ്പോൾ നേരെ തലതിരിച്ച് എഴുതിയാൽ മതി. ഇഫ് എ ഡിവൈഡ്സ് ബി ദെൻ ബി ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് എ. അപ്പൊ നമ്മൾ നേരെ തലതിരിച്ച് എഴുതി അങ്ങനെ എഴുതാം. ഇതിന്റെ കോൺവേഴ്സ് എഴുതുമ്പോൾ ഇഫ് ബി ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് എ, then a divides b. നേരെ തലതിരിച്ച് എഴുതിയാൽ മതി. കോൺട്രാപോസിറ്റീവ് എഴുതുന്ന സമയത്ത് രണ്ടാമത്തെ നെഗേഷൻ ഇംപ്ലൈസ് ആദ്യത്തെ നെഗേഷൻ എന്ന് പറയുന്ന രീതിയിൽ എഴുതണം. പക്ഷെ കോൺവേഴ്സ് എഴുതുമ്പോൾ നേരെ തലതിരിച്ച് എഴുതിയാൽ മതി. അതായത് ഇഫ് പി ദെൻ ക്യൂ ആണെങ്കിൽ അതിന്റെ കോൺവേഴ്സ് എഴുതുമ്പോൾ നേരെ എന്ത് ചെയ്താൽ മതി, അതിന്റെ കോൺവേഴ്സ് എഴുതുമ്പോൾ ഇഫ് ക്യൂ ദെൻ പി എന്ന് മാത്രം എന്ത് ചെയ്താൽ മതി, മാറ്റിയാൽ മതി. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാം. ലിമിറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ലിമിറ്റിന്റെ ക്വസ്റ്റ്യനിൽ നമ്മൾ ലിമിറ്റ് നേരിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് 0/0 ഫോർമാറ്റ് ആയിരിക്കും കിട്ടാൻ സാധ്യത കൂടുതൽ പ്രോബ്ലത്തിലും, അല്ലെങ്കിൽ കുറച്ച് പ്രോബ്ലത്തിൽ മാത്രമാണ് അല്ലാത്തതുള്ളത്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചില മെത്തേഡുകൾ ഉണ്ട്. നമുക്ക് സ്റ്റാൻഡേർഡ് റിസൾട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഫാക്ടറൈസേഷൻ മെത്തേഡ് യൂസ് ചെയ്യാം. ഇത് രണ്ടെണ്ണമാണ് പ്രധാനപ്പെട്ട രണ്ട് മെത്തേഡുകൾ. അപ്പൊ ഇതിൽ ഞാൻ നേരെ 2 കൊടുത്തു കഴിഞ്ഞാൽ ന്യൂമറേറ്ററും 0 ആവും, ഡിനോമിനേറ്ററും 0 ആവും. അപ്പൊ എനിക്ക് ഇവിടെ ഉള്ള ഒരേ ഒരു മെത്തേഡ് ഫാക്ടറൈസേഷൻ മാത്രമാണ്. എങ്ങനെ ഫാക്ടറൈസേഷൻ ചെയ്യാൻ പറ്റും നോക്കിക്കഴിഞ്ഞാൽ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 2, ഈ എല്ലാ ടേമിലും എക്സ് കോമൺ ആണ്. സോ ഞാൻ എക്സിനെ പുറത്തേക്ക് എടുത്തു. അപ്പൊ ബാക്കി ഉണ്ടാവുക x² - 4x + 4 ആണ്, ഡിവൈഡഡ് ബൈ, ഇതിന് വേണമെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാം, x² - 2² എന്ന് എഴുതാം, വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ് ഇൻറ്റു, ഇത് നിങ്ങൾ പരിചയമുള്ള റിസൾട്ട് ആണ്. ഇത് പരിചയമില്ലാത്ത റിസൾട്ട് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, സോൾവ് ചെയ്ത് കണ്ടുപിടിക്കണം. ഇത് പരിചയമുള്ള റിസൾട്ട് ആണ്. a² - 2ab + b² എന്ന് വെച്ച് കഴിഞ്ഞാൽ x - 2 ഹോൾ സ്ക്വയർ ആണ്. ഇത് a² - b² ആണ്. അത് നമുക്ക് a + b × a - b എന്ന് എഴുതാം. ദാറ്റ് ഈസ് x + 2 × x - 2. അപ്പോൾ ഒരു x - 2 ഒരു x - 2 നമുക്ക് ക്യാൻസൽ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നേരെ 2 അപ്ലൈ ചെയ്യാം. 2 അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2 × 2 - 2 ഡിവൈഡഡ് ബൈ 2 + 2 4. ന്യൂമറേറ്റർ 2 × 0 ഡിവൈഡഡ് ബൈ 4, അതിന്റെ വാല്യൂ എന്ത് കിട്ടും,
0 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഇതാണ് ഫാക്ടറൈസേഷൻ മെത്തേഡ്. ഇങ്ങനെയാണ് ഇതിൽ നമ്മൾ ലിമിറ്റ് ചെയ്യുന്നത്. ഇനി ഇതേപോലുള്ള ക്വസ്റ്റ്യൻസുകൾ വന്നേക്കാം. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇതിന് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ട റിസൾട്ട് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ എന്നുള്ളതിന്റെ ആൻസർ എൻ ഇൻറ്റു എ റേസ് ടു എൻ മൈനസ് 1 ആണ്. എൻ ഇൻറ്റു എ റേസ് ടു എൻ മൈനസ് 1 ആണ്. ഓക്കെ, എൻ ഇൻറ്റു എ റേസ് ടു എൻ മൈനസ് 1 ആണ്. അപ്പൊ ഇവിടെ അതേ റിസൾട്ട് തന്നെയാണ്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇപ്പൊ ചെറിയൊരു മാറ്റം കാണുന്നുണ്ട്. ഇവിടെ എക്സ് പ്ലസ് 1 ഇവിടെ 1 ആണ്. അപ്പൊ ഇവിടെ 1 റേസ് ടു 5 എന്നായി കൊടുക്കുക. ഡിനോമിനേറ്ററും ഇതേപോലെ തന്നെ ഈ എക്സ് നിങ്ങൾ എന്താക്കുക, എക്സ് പ്ലസ് 1 മൈനസ് 1 എന്നാക്കുക. ഇപ്പൊ എന്തായി, എക്സിന്റെ സ്ഥാനത്തൊക്കെ എക്സ് പ്ലസ് 1 ആയി എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നേരെ ഈ പ്രോപ്പർട്ടി തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഈ ഒരു പ്രോപ്പർട്ടി തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. സോ നിങ്ങളുടെ ആൻസർ എന്തായിരിക്കും വരിക, എൻ ഇൻറ്റു എ റേസ് ടു എൻ മൈനസ് 1, ദാറ്റ് ഈസ് 5 ഇൻറ്റു എന്റെ സ്ഥാനത്ത് 1 ഉള്ളത് റേസ് ടു 5 മൈനസ് 1, ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 1, ദാറ്റ് ഈസ് ഈക്വൽ ടു 5 എന്നുള്ള ആൻസർ നിങ്ങൾക്ക് കിട്ടും. ഇതാണ് ഈ ഒരു സ്റ്റാൻഡേർഡ് റിസൾട്ട് യൂസ് ചെയ്തിട്ടുള്ള ലിമിറ്റ്. ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 2 അറ്റ് എക്സ് ഈക്വൽ ടു 10 ആണ് അടുത്തത്. ദാറ്റ് ഈസ് ഈക്വൽ ടു, നിങ്ങൾ എന്ത് ചെയ്യാം, നേരെ ഡെറിവേറ്റീവ് എടുക്കുക. ഡെറിവേറ്റീവ് എടുക്കുക എങ്ങനെയാണ്, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 2 എന്നാണ് എടുക്കേണ്ടത്. അപ്പൊ ഇതിന് രണ്ട് ഭാഗങ്ങളായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഡി ബൈ ഡി എക്സ് ഓഫ് 2 എന്ന് എഴുതണം. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് കാണാൻ ഒരു ഫോർമുല ഉണ്ട്, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എൻ ഈക്വൽ ടു എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1. അതേപോലെ ഡി ബൈ ഡി എക്സ് ഓഫ് കോൺസ്റ്റന്റിന്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാം 0 ആണ്. അപ്പൊ ഇതിന്റെ ഡെറിവേറ്റീവ് 2 ഇൻറ്റു എക്സ് റേസ് ടു 2 മൈനസ് 1 മൈനസ് ഇതിന്റെ ഡെറിവേറ്റീവ് 0 ആയിരിക്കും. സോ നിങ്ങളുടെ ആൻസർ എന്ന് പറയുന്നത് 2x റേസ് ടു 2 മൈനസ് 1 എന്ന് പറയുമ്പോൾ 2x ആയിരിക്കും, 2x. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യന് ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് ദ ഫോളോയിങ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ കോഷ്യന്റ് റൂൾ ആണ് അപ്ലൈ ചെയ്യുന്നത്. കോഷ്യന്റ് റൂൾ ഇത്രയേ ഉള്ളൂ, ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ജി ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ജി ഓഫ് എക്സ് ഹോൾ സ്ക്വയർ. ഓക്കെ, ജി ഓഫ് എക്സ് ഹോൾ സ്ക്വയർ. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു, ഇതേ കേസിന് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യാന്നുണ്ടെങ്കിൽ ഡി ബൈ ഡി എക്സ് ഓഫ് 2x plus 3 divided by x minus 1, which is equal to x minus 1 into derivative of d by dx of 2x plus 3 minus 2x plus 3 into derivative of x minus 1 whole divided by x minus 1 whole square. Okay, that will be equal to x minus 1 into ഡെറിവേറ്റീവ് ഓഫ് 2x എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയെന്ന് അറിയാം. ഡെറിവേറ്റീവ് ഓഫ് 2x എന്ന് പറഞ്ഞാൽ ഈ 2നെ നമുക്ക് എന്ത് ചെയ്യാം, പുറത്തേക്ക് കൊണ്ടുവരാം. 2 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് ആണ്. ഇത് നിങ്ങൾ പഠിച്ചോളൂ, ഡെറിവേറ്റീവ് ഓഫ് എക്സ് 1 ആണ് പഠിച്ചോളൂ. ഡെറിവേറ്റീവ് ഓഫ് എക്സ് 1. അപ്പൊ 2 ഇൻറ്റു 1 എന്നുണ്ടാവും. പിന്നെ ഇതിന്റെ ഡെറിവേറ്റീവ് 0 ആയിരിക്കും. അപ്പൊ ഇതിന്റെ മൊത്തത്തിലുള്ള ആൻസർ 2 ആയിരിക്കും. മൈനസ് 2x പ്ലസ് 3 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് 1 ആണ്, ഡെറിവേറ്റീവ് ഓഫ് മൈനസ് 1 0 ആണ്. അപ്പൊ ഇതിന്റെ ഡെറിവേറ്റീവ് 1 ആണ്. സോ 1 ഡിവൈഡഡ് ബൈ x minus 1 whole square, which is equal to, ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 2x minus 2 minus 2x minus 3 divided by x minus 1 whole square. അപ്പോൾ 2x ക്യാൻസൽ ആയി, minus 2 minus 3 minus 5 by x minus 1 whole square. ഇതായിരിക്കും ഇതിന്റെ ഒരു ആൻസർ എന്ന് പറയുന്നത്. ഇത് കോഷ്യന്റ് റൂൾ ആണ്. കോഷ്യന്റ് റൂള്, പ്രൊഡക്റ്റ് റൂള്, പിന്നെ സ്റ്റാൻഡേർഡ് റിസൾട്ട് വെച്ചിട്ടുള്ള ലിമിറ്റും ആയിരിക്കും നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യത. ഇത് നേരത്തെ ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. അതായത് നേരത്തെ ചെയ്തതിൽ ചെറിയൊരു വ്യത്യാസം. നമ്മളൊരു എക്സ് പ്ലസ് 1 റേസ് ടു 5ന്റെ ക്വസ്റ്റ്യനിലായിരുന്നോ, ഇത് നിങ്ങൾ എന്താക്കി മാറ്റിയെന്നറിയോ, എക്സ് പ്ലസ് 1 റേസ് ടു 1/2 എന്നാക്കി മാറ്റുക. മൈനസ് 1ന്റെ പവറിൽ എന്ത് കൊടുക്കുക, 1/2 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിലുള്ള എക്സിനെ എങ്ങനെ മാറ്റി എഴുതണം, എക്സ് പ്ലസ് 1 മൈനസ് 1 എന്ന് മാറ്റി എഴുതണം. ഇപ്പൊ ഇത് സ്റ്റാൻഡേർഡ് ഫോമായി ഇതിന്റെ വാല്യൂ എന്താ വരിക, na റേസ് ടു n മൈനസ് 1, ദാറ്റ് ഈസ് 1/2 ഇൻറ്റു 1 raised to 1/2 minus 1, that is equal to 1/2. Okay, 1/2. 1/2 ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യന്, നെക്സ്റ്റ് ചാപ്റ്റർ ആണ് 0710 b -166 c -496 is the vertices of a triangle. Show that it is a right angle triangle. റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണെന്ന് തെളിയിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയുള്ള കുട്ടികളെ, നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ, AB അതേപോലെ തന്നെ BC അതേപോലെ തന്നെ AC കാണാം. അപ്പൊ ഞാൻ AB എന്ന് പറയുന്ന ഡിസ്റ്റൻസ് കാണാണ്. AB എന്ന് പറയുന്ന ഡിസ്റ്റൻസ് കാണുമ്പോൾ
എന്താ ഉണ്ടാവുക? എ ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് കാണുമ്പോൾ നമുക്കിവിടെ 6 - 10 ഹോൾ സ്ക്വയർ പ്ലസ് 6 - 7 ഹോൾ സ്ക്വയർ പ്ലസ് -1 - 0 ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ 16 ആയിരിക്കും. ഇവിടെ 16 + 1 17, 17 + 1 18, √18. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ബി സി കാണാം. ബി സി കാണുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു BC കാണുമ്പോൾ 6 - 6 ഹോൾ സ്ക്വയർ പ്ലസ് 9 - 6 ഹോൾ സ്ക്വയർ പ്ലസ് -4 - -1, അതായത് -4 + 1 ഹോൾ സ്ക്വയർ എന്നായിരിക്കും. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഇത് 0, ഇവിടെ 3 സ്ക്വയർ 9, ഇവിടെ -3 സ്ക്വയർ 9, അപ്പോൾ ഇവിടെ √18. ഇനി എ സി കാണാം. എ സി കാണുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എന്ത് കാണണം? ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ 6 - 10 ഹോൾ സ്ക്വയർ പ്ലസ് 9 - 7 ഹോൾ സ്ക്വയർ പ്ലസ് -4 - 0 ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് അവിടെ 16 പ്ലസ് 4 20 20 പ്ലസ് 16 36. അപ്പൊ നോക്കിയേ, ഇത് രണ്ടിന്റെ സ്ക്വയേഴ്സ് എടുത്തിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ക്വയർ കിട്ടുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത്. ശരിയല്ലേ? എ ബിന്റെ സ്ക്വയർ പ്ലസ് ബി സിന്റെ സ്ക്വയർ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് എ സിന്റെ സ്ക്വയർ കിട്ടുന്നുണ്ട്. അതിനർത്ഥം എ ബി സി ആർ വെർട്ടിസസ് ഓഫ് എ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. വെർട്ടിസസ് ഓഫ് എ റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ നമുക്ക് പറയാൻ പറ്റും. റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ. ഇനി ഇതേപോലെ ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ്, പാരലോഗ്രാമിന്റെ വെർട്ടിസസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ ചോദിക്കലുണ്ട്. പാരലോഗ്രാമിന്റെ വെർട്ടിസസ് അതിപ്പോ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. പാരലോഗ്രാം നിങ്ങൾക്കറിയാം എന്താണ്. പാരലോഗ്രാമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ്സ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും ആൻഡ് ഡയഗണൽ അൺഈക്വൽ ആയിരിക്കും. ഓക്കെ, ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണെന്ന് തന്നെ പ്രൂവ് ചെയ്താൽ മതി. ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും പാരലോഗ്രാം അതൊരു പാരലോഗ്രാമിന്റെ വെർട്ടിസസ് ആണെന്നുള്ളത്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. ഒക്കെ ഡിസ്റ്റൻസ് ഫോർമുല മാത്രമായിട്ട് ബേസ് ചെയ്യുന്നത്. ദെൻ ഒക്ടന്റ് ചോദിച്ചിട്ടുണ്ട്. ഒക്ടന്റ് എല്ലാവർക്കും അറിയുന്നതാണ്. 8 ഒക്ടന്റ് ഉള്ളത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻ 6th ഒക്ടന്റ് എന്നാണ് ചോദിച്ചത്. ഇപ്പൊ ഒക്ടന്റ് കാണാൻ വേണ്ടി ഞാൻ പഠിപ്പിച്ചിരുന്ന ഒരു മെത്തേഡാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് ക്വാഡ്രന്റിൽ പ്ലസ് ആണ്, പിന്നെ പ്ലസ് ആണ്, പിന്നെ മൈനസ് ആണ്, പിന്നെ പ്ലസ് ആണ്. ഇതേ സാധനം ഒന്നോട്ട് റിപ്പീറ്റ് അടിക്കാം. പ്ലസ് മൈനസ്. ഇനി ആദ്യത്തെ 3 ഒക്ടന്റിലും Z കോർഡിനേറ്റ് പ്ലസ് ആയിരിക്കും. ആദ്യത്തെ നാലിനത്തിൽ മൈനസ് ആയിരിക്കും. നിങ്ങളോട് ചോദിച്ചത് ഏതാണ്? 6th ഒക്ടന്റ് 1 2 3 4 5 6 മൈനസ് ഏതാ വരിക? ഓപ്ഷൻ 2 ആയിരിക്കും ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നുണ്ടാവും. അതാണ് ഒക്ടന്റ് കാണുന്നത്. ദെൻ എ പോയിന്റ് ഇൻ ദ XZ പ്ലെയിൻ. ഈ XZ പ്ലെയിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന്റെ Y കോർഡിനേറ്റ് 0 ആയിരിക്കും. അപ്പൊ ഇതായിരിക്കും ഇതിന്റെ കറക്റ്റ് ആൻസർ. ഷോ ദാറ്റ് ദ പോയിന്റ്സ് ആർ വെർട്ടിസസ് ഓഫ് എ പാരലോഗ്രാം. അത് ഞാൻ ചെയ്യുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യുക? ഡിസ്റ്റൻസ് ഫോർമുല വെച്ചിട്ട് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക? പ്രൂവ് ചെയ്യുക. ഡയഗണൽസ് ആണ് ഈക്വൽ ആണെന്നും പ്രൂവ് ചെയ്യാം. ദെൻ ഫൈൻഡ് ദ ഫോസൈ. നെക്സ്റ്റ് ചാപ്റ്റർ ആട്ടോ, കോണിക് സെക്ഷൻ. ഫൈൻഡ് ദ ഫോസൈ വെർട്ടിസസ് ലെങ്ത് ഓഫ് മേജർ ആക്സിസ് എക്സെൻട്രിസിറ്റി ഓഫ് ദ എലിപ്സ് എന്നാണ്. ഇപ്പൊ 2 തരം എലിപ്സ് ആണുള്ളത്, ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ. അതെങ്ങനെ മനസ്സിലാക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിനോമിനേറ്ററിൽ വലിയ നമ്പർ കണ്ടു കഴിഞ്ഞാൽ ആ ആക്സിസിനകത്തായിരിക്കും നമ്മുടെ എലിപ്സ് ഉണ്ടാവുക. ഇപ്പൊ ഇവിടെ ഡിനോമിനേറ്ററിന്റെ അകത്താണ്, ഈ എക്സിന്റെ അകത്താണ് വലിയ ഡിനോമിനേറ്റർ. അപ്പൊ മേജർ ആക്സിസ് എല്ലാം എക്സ് ആക്സിസ് ആയിരിക്കും. ഓക്കെ, ഇവിടെ ആയിരിക്കും അതിന്റെ ഫോക്കസ് ഉണ്ടാവുക. ഇവിടെ ആയിരിക്കും C ആയിരിക്കും അതിന്റെ ഫോക്കസ് ഉണ്ടാവുക. ഇതായിരിക്കും അതിന്റെ വെർട്ടെക്സ് +A - 0. ഓക്കെ, നൗ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഫൈൻഡ് ദ വെർട്ടിസ്, ഫൈൻഡ് ദ ഫോസൈ. അതിന് മുന്നേ നമ്മൾ ഇതിന്ന് ഓരോ വാല്യൂസ് കണ്ടുപിടിക്കണം. നമ്മൾ ഇതിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിനെ കമ്പയർ ചെയ്യേണ്ടത് x² / a² + y² / b² = 1 ആയിട്ട് കമ്പയർ ചെയ്യണം. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ a²ന്റെ വാല്യൂ 25ഉം b²ന്റെ വാല്യൂ 9ഉം ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടുന്ന് നമുക്ക് ഇനി എന്ത് C കണ്ടുപിടിക്കണം. C കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടുന്ന് A കണ്ടുപിടിക്കാം. a = 5, b = 3. എയും ബിയും സിയും കണക്ട് ചെയ്യുന്ന ഒരു എക്സ്പ്രഷൻ ഉണ്ട്, അത് പിടിച്ചു വെച്ചോളൂ. a² = b² + c² ആണ്. ദാറ്റ് വിൽ ബി ഈക്വൽ ടു a² 25 = b² നമുക്കറിയാം 9 + c². ഈ 9 ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ 25 - 9 = c², ഓർ സിന്റെ വാല്യൂ എന്ത് കിട്ടും? 4 എന്ന് കിട്ടും. ഇനി ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസിനും നമുക്ക് ആൻസർ ഉണ്ട്. ഫോസൈ ആദ്യം ചോദിച്ചത് ഫോസൈ ആണ്. ഫോസൈന്റെ കോർഡിനേറ്റ് +or - c, 0 ആണ്. That is equal to +or - c. നമ്മളിപ്പോ കണ്ടുപിടിച്ചു 4 അല്ലെ? +or - 4, 0. അടുത്ത ചോദിച്ചിരിക്കുന്നത് ലെങ്ത് ഓഫ് മേജർ ആക്സിസ്. ലെങ്ത് ഓഫ് മേജർ ആക്സിസ് എന്ന് പറയുമ്പോൾ 2a. That is equal to 2 × 5 10. തേർഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്
എക്സിൻട്രിസിറ്റി എന്ന് പറയുന്നത് C/A ആണ്. C/A എന്ന് പറയുമ്പോൾ 4/5. പിന്നെ ചോദിക്കാത്തതാണ് ലെങ്ത് ഓഫ് മൈനർ ആക്സിസ്. അത് ഞാൻ വെറുതെ എഴുതി വെക്കാണ്. ഈ ക്വസ്റ്റ്യൻ ഞാൻ എഴുതി വെക്കാണ്. ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് ചോദിച്ചു കഴിഞ്ഞാൽ 2B ആണ്, അതിന്റെ വാല്യൂ 6. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം ചോദിച്ചിട്ടില്ല, എന്നാലും ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ 2B²/A ആയിരിക്കും അതിന്റെ ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം. ദാറ്റ് മീൻസ് 2 × 9/5 18/5. അത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്താൽ മതി, ആൻസർ ചെയ്യാൻ മതി. രണ്ട് തരം എലിപ്സ് ഉള്ളത്, ഹൊറിസോണ്ടലും വെർട്ടിക്കലും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് ദ ഫസൈ വെർട്ടിസസ് എക്സെൻട്രിസിറ്റി ആൻഡ് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം ഓഫ് ദ എലിപ്സ്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ ഇവിടേക്കുള്ള വരുന്ന വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതൊരു സ്റ്റാൻഡേർഡ് ഫോമിൽ അല്ല തന്നത്. സ്റ്റാൻഡേർഡ് ഫോമിലാവുമ്പോൾ റൈറ്റ് സൈഡിൽ 1 ആവേണ്ടത്. റൈറ്റ് സൈഡിൽ 1 ആക്കാൻ വേണ്ടി എല്ലാത്തിനെയും എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? എല്ലാത്തിനെയും ഒരു 2500 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എല്ലാത്തിനെയും ഒരു 2500 കൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഡിവൈഡ് ചെയ്യാൻ പോവാണ്. 2500 ഇവിടെയും 2500 ഇവിടെയും 2500 ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ഈ 2 0 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ x²/25 പ്ലസ് ഇവിടെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 25 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 100 ഉണ്ടാവും. y²/100 വിച്ച് ഇസ് ഈക്വൽ ടു 1. അപ്പൊ ഇത് എങ്ങനെയുള്ള എലിപ്സ് ആണ്? ഇത് വെർട്ടിക്കൽ ആയിട്ടുള്ള എലിപ്സ് ആണ്. ഓക്കെ, ഇത് വെർട്ടിക്കൽ ആയിട്ടുള്ള എലിപ്സ് ആണ്. ഇതിന്റെ ഫോക്കസ് 0,C 0,-C ആയിരിക്കും ഉണ്ടാവുക. ബാക്കി ഇക്വേഷൻസുകളൊന്നും മാറ്റം ഉണ്ടാവില്ല. ഫോക്കസിലും വെർട്ടെക്സിലും മാത്രമാണ് വ്യത്യാസം ഉണ്ടാവുക. പിന്നെ നിങ്ങൾ ഇത് കമ്പയർ ചെയ്യേണ്ടത് ഏത് ഇക്വേഷൻ ആയിട്ടാണ്? x²/B² പ്ലസ് y²/A² ഈക്വൽ ടു 1 ആയിട്ട് കമ്പയർ ചെയ്യണം. അതിൽ നമ്മൾ എന്റെയും ബിന്റെയും വാല്യൂ കണ്ടുപിടിക്കാം. A² ഈക്വൽ ടു 100, B² ഈക്വൽ ടു 25, എന്റെ വാല്യൂ 10, ബിന്റെ വാല്യൂ 5. ഇനി ABC കണക്ട് ചെയ്യുന്ന എക്സ്പ്രഷൻ എന്തായിരുന്നു? A² ഈക്വൽ ടു B² പ്ലസ് C², ദാറ്റ് ഇസ് ഈക്വൽ ടു A² 100 ആണ്, B² എത്ര വരുന്നത്? 25 പ്ലസ് C². ഓർ സിന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? 100 മൈനസ് 25 75 √75 എന്ന് കിട്ടും. ഇനി നമുക്ക് ബാക്കി വാല്യൂസ് ഒക്കെ കാണാം. എന്തൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്? ഫസൈ ചോദിക്കുമ്പോൾ ഫസൈ എന്ന് പറയുമ്പോൾ 0, ± √75. പിന്നെ ചോദിച്ചിരിക്കുന്നത് വെർട്ടിസസ് 0, ± A ആണ് കേട്ടോ. 0, ± 10 എന്നുണ്ടാവും വെർട്ടിസസ്. 0, ± 10 ഇതാട്ടോ വെർട്ടിസസ്. ഇത് 0, ഇത് 0, -A. പിന്നെ ചോദിച്ചതാണ് എക്സിൻട്രിസിറ്റി E = C/A √75 / 10. അടുത്ത ചോദിക്കുന്ന ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം എന്ന് പറയുമ്പോൾ 2B²/A. 2B²/A എന്ന് പറയുമ്പോൾ 2 × B² ന്റെ വാല്യൂ 25 ആണ്, A ന്റെ വാല്യൂ 10 ആണ്. ഓക്കെ, സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 5. 2B²/A 25/5 which is equal to 5 എന്ന ആൻസർ കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഓരോന്നിന്റെയും വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അടുത്തത് ദ ഡയറക്ട്രിക്സ് ഓഫ് ദ പരാബോള. ഡയറക്ട്രിക്സ് ഓഫ് ദ പരാബോള. ഈ പരാബോളയുടെ ഡയറക്ട്രിക്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പരാബോള ഏത് ടൈപ്പ് ആണെന്നുള്ളത് ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. ഈ ഒരു പരാബോള ഏത് ടൈപ്പ് ആണ്? ഈ ഒരു പരാബോള എന്ന് പറയുന്നത് x² = -4ay ആണ്. ഡൗൺവേർഡ് ഓപ്പൺ ആയിട്ടുള്ള ഒരു പരാബോള ആണ്. ഡൗൺവേർഡ് ഓപ്പൺ ആയിട്ടുള്ള ഒരു പരാബോള, ഡൗൺവേർഡ് ഓപ്പൺ പരാബോള. ഇതാണ് x² = -4ay എന്ന് പറയുന്ന പരാബോള, ഡൗൺവേർഡ് ഓപ്പൺ പരാബോള. ഓക്കെ, അപ്പൊ ഇതിന്റെ ഡയറക്ട്രിക്സ് എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, y = A എന്നായിരിക്കും ഉണ്ടാവുക. y = A. അല്ലെങ്കിൽ ഈ എനെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ y - A = 0 എന്ന് പറയാൻ പറ്റും. y - A = 0. സാധാരണ പരാബോളയിൽ ചോദിക്കുന്നത് ഒരു ഇക്വേഷൻ തന്നിട്ട്, ഇപ്പൊ നിങ്ങൾ കയ്യിൽ ഒരു ഇക്വേഷൻ തരും. ഞാൻ പറയാണ് y² = 16x എന്നൊക്കെ തരും. എന്നിട്ട് അതിന്റെ ഫോക്കസ്, ഡയറക്ട്രിക്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം ഒക്കെ ചോദിക്കും. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ y² = 4x ആണെങ്കിൽ റൈറ്റ് സൈഡ് ഓപ്പൺ പരാബോളയാണ്. അപ്പൊ ഇത് കമ്പയർ ചെയ്യുക, 4x ആയിട്ട് കമ്പയർ ചെയ്യുക. അപ്പൊ 4a ന്റെ വാല്യൂ 16 എന്ന് കിട്ടും, a ന്റെ വാല്യൂ 4 എന്ന് കിട്ടും. അപ്പൊ ഫോക്കസിന്റെ കോർഡിനേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A, 0. ഫോക്കസിന്റെ കോർഡിനേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A, 0 ആണ്. അപ്പൊ ഫോക്കസ് 4, 0. അതേപോലെ തന്നെ നെക്സ്റ്റ് ഡയറക്ട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x = -A ആണ്. ഓക്കെ, x = -A, x = -4 എന്നുണ്ടാവും. ഓക്കെ, ദെൻ ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4a ആണ്, ദാറ്റ് ഇസ് ഈക്വൽ ടു 16. ഇങ്ങനെയാണ് നമ്മൾ ഓരോ കോർഡിനേറ്റ്സ് കാര്യങ്ങളൊക്കെ കാണുന്നത് പരാബോളയുടെ കേസിൽ. സോ നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാം. നെക്സ്റ്റ് ചാപ്റ്റർ ദ സ്ലോപ്പ് ഓഫ് ദ ലൈൻ ത്രൂ ദ പോയിന്റ് 2,5 and -3,6. ഓക്കെ, ഇത് നമ്മൾ സ്ട്രേറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. സ്ലോപ്പ് കാണാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. സ്ലോപ്പ് വളരെ ഈസി ആയിട്ട് കാണാൻ പറ്റും.
6 minus 5 divided by minus 3 minus 2. That is equal to 1 by minus 5. Okay, direct നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്ലോപ്പ് കാണാൻ പറ്റും. Okay, now next question. General equation തന്നിട്ട് അതിന്റെ സ്ലോപ്പ് and the slope of line which is perpendicular to above line. രണ്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കണം. അപ്പോൾ നമ്മളൊരു ജനറൽ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ ax plus by plus c equal to 0 തന്നു കഴിഞ്ഞാൽ സ്ലോപ്പ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സ്ലോപ്പ് ഈക്വൽ ടു minus a by b ആണ്, minus a by b. ഓക്കെ, ദെൻ അതേപോലെ തന്നെ y ഇന്റർസെപ്റ്റും x ഇന്റർസെപ്റ്റും കാണാൻ ചോദിക്കാറുണ്ട്. x ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ that will be equal to x intercept is equal to minus c by a. അതേപോലെ y ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് minus c by b. ഇതായിരിക്കും x ഇന്റർസെപ്റ്റും y ഇന്റർസെപ്റ്റും കാണാനുള്ള ഇക്വേഷൻ. ഓക്കെ, x ഇന്റർസെപ്റ്റും y ഇന്റർസെപ്റ്റും കാണാനുള്ള ഇക്വേഷൻ. ഇനി സ്ലോപ്പ് ഓഫ് ദ ലൈൻ ആണ് ആദ്യം ചോദിച്ചിരിക്കുന്നത് ഈ ക്വസ്റ്റനിൽ. അപ്പൊ ഇതിൽ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് ഈക്വൽ ടു മൈനസ് എ ബൈ ബി. എന്റെ സ്ഥാനത്ത് 3 ഉള്ളത്, സോ മൈനസ് 3. ബിന്റെ സ്ഥാനത്തുള്ളത് മൈനസ് 4 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 3/4. പിന്നെ എന്താ പറഞ്ഞത്, സ്ലോപ്പ് ഓഫ് എ ലൈൻ വിച്ച് ഇസ് പെർപെൻഡിക്കുലർ ടു എബവ് ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് എബവ് ലൈന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനിന്റെ സ്ലോപ്പ് നിങ്ങൾ പഠിച്ചൊരു കാര്യമാണ്. സപ്പോസ് ഈ ലൈനിന്റെ സ്ലോപ്പ് നമുക്കറിയില്ല, രണ്ടാമത്തെ. അപ്പൊ ഞാൻ എം എന്ന് എടുക്കുകയാണ്. അപ്പൊ ഇത് രണ്ട് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അതിന്റെ പ്രൊഡക്റ്റ് ഓഫ് സ്ലോപ്പ് -1 ആണ്. നിങ്ങൾ പഠിച്ചതാണ്, പെർപെൻഡിക്കുലർ ആണെങ്കിൽ m1 m2 ഈക്വൽ ടു -1 ആണ്. ഈ ഒരു പോയിന്റ് ആണ്. അപ്പൊ ഇതും നമുക്ക് എന്ത് ചെയ്യാം, എം കണ്ടുപിടിക്കാം. എം ഈക്വൽ ടു ഈ 4 റൈറ്റ് സൈഡ് പോയാൽ -4, ഈ 3 താഴോട്ട് വന്നു കഴിഞ്ഞാൽ -4/3 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് എക്സ് ആൻഡ് വൈ ഇന്റർസെപ്റ്റ്. ഇപ്പൊ എക്സ് ഇന്റർസെപ്റ്റും വൈ ഇന്റർസെപ്റ്റിന്റെ ഇക്വേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു. എക്സ് ഇന്റർസെപ്റ്റ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്, എക്സ് ഇന്റർസെപ്റ്റ് ഈക്വൽ ടു മൈനസ് സി ബൈ എ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു -10/a ന്റെ സ്ഥാനത്ത് 3. ഇനി അതേപോലെ വൈ ഇന്റർസെപ്റ്റ് കാണാനുള്ള ഇക്വേഷൻ. ഓക്കെ, വൈ ഇന്റർസെപ്റ്റ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ -c/b ആണ്, -c/b വിച്ച് ഇസ് ഈക്വൽ ടു -10/3. ഓക്കെ, അപ്പൊ സോറി -4 -10/4, അതായത് 10/4 എന്ന് വരും. 10/4. നെക്സ്റ്റ് ക്വസ്റ്റ്യന്, സ്ലോപ്പ് ഓഫ് ദ ലൈൻ 2x plus 3y plus 5 equal to 0, -a/b ആണ്. അതായത് -2/3 വരും. -2/3 ഓപ്ഷൻ 1 ആയിരിക്കും നമ്മുടെ ആൻസർ. നെക്സ്റ്റ് സീക്വൻസ് ആൻഡ് സീരീസ് എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ള ഒരു ക്വസ്റ്റൻ ആണ്. സം ഓഫ് ഫസ്റ്റ് 3 ടേംസ് ഓഫ് എ GP is 13/12 and their product is -1. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് ആ 3 ടേംസ് നിങ്ങൾ എടുക്കേണ്ടത് ഇങ്ങനെയാണ്, a/r a/ar എന്ന് പറഞ്ഞിട്ട് എടുക്കേണ്ടത്. അതിന്റെ സമ്മ് 13/12ഉം പ്രൊഡക്റ്റ് -1ഉം. അപ്പൊ പ്രൊഡക്റ്റ് ഞാൻ ആദ്യം എടുക്കാണ്. a/r × a × ar ഈക്വൽ ടു -1. സോ r ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ a³ ഈക്വൽ ടു -1, a ഈക്വൽ ടു -1. ഓക്കെ, a ഈക്വൽ ടു -1. ഇനി ഇതിന്റെ സമ്മ് പറഞ്ഞിട്ടുണ്ട്, സമ്മ് 13/12 എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ a/r plus a plus ar is equal to 13/12 ആണ്. അതിൽ a ന്റെ വാല്യൂ -1 ആണ്. അപ്പൊ -1/r -1 -r is equal to 13/12. ഞാൻ ഒരു കാര്യം ചെയ്യാണ്, ഈ -1നെ റൈറ്റ് സൈഡ് കൊണ്ടുപോവാണ്. പിന്നെ ഈ രണ്ട് ടേമിൽ മൈനസ് ഉള്ളതുകൊണ്ട് ആ മൈനസ് ഒന്ന് പുറത്തേക്ക് എടുക്കുകയും ചെയ്താൽ 1/r plus r ഈക്വൽ ടു 13/12 plus 1 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു minus of r² plus 1 divided by r is equal to 13 plus 12, 25 divided by 12 എന്ന് കിട്ടും. That will be equal to, ഈ മൈനസിനെ ഞാൻ റൈറ്റ് സൈഡ് കൊണ്ടുപോയാൽ r² plus 1/r equal to -25/12 എന്നുണ്ടാവും. ഓക്കെ, -25/12. ഈ 12 ലെഫ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ 12r² plus 12 equal to -25r എന്നാണ്. അതിന് ഞാൻ ലെഫ്റ്റിലേക്ക് എടുത്തു കഴിഞ്ഞാൽ 12r² plus 25r plus 12 equal to 0. ഈ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യാം. നിങ്ങൾ -b + or -√b² - 4ac വെച്ചിട്ട് സോൾവ് ചെയ്യുക. അങ്ങനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ r ഈക്വൽ ടു -25 + or -√b² എന്ന് പറഞ്ഞാൽ 625 ആണ്. 4 × 144 576 ആണ്. ഡിവൈഡഡ് ബൈ 2a 24 ആണ്. ഓക്കെ, that will be equal to -25 + or -7 divided by 24. രണ്ട് റൂട്ട്സ് ആണ് കിട്ടുക, -4/3ഉം -3/4ഉം. ഈ രണ്ട് റൂട്ട്സിൽ നിങ്ങൾ എന്ത് കണ്ടുപിടിക്കണം എന്ന് അറിയോ? ഈ രണ്ട് റൂട്ട്സിലും കോമൺ റേഷ്യോ ആൻഡ് ടേംസ് കണ്ടുപിടിക്കണം. കോമൺ റേഷ്യോ ആൻഡ് ടേംസ്
ഓക്കെ, അപ്പൊ നമ്മൾ എ രണ്ട് കേസിലും -1 ആണ്. ഫസ്റ്റ് കേസിൽ ഞാൻ r -4/3 എടുക്കുമ്പോൾ നമ്മുടെ ടേംസ് ഏതൊക്കെ വരിക? a/r എന്ന് പറയുമ്പോൾ -1/4/3, a/r a എന്ന് പറയുമ്പോൾ -1, ar എന്ന് പറയുമ്പോൾ -1 into -4/3, and that will be equal to 3/4 -1 4/3. ഇതാണ് ഫസ്റ്റ് കേസിൽ. ഇനി രണ്ടാമത്തെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ a = -1 തന്നെ, r = -3/4 ആണ്. സോ നമ്മൾ ടേംസുകൾ എന്ന് പറഞ്ഞാൽ a/r -1/-3/4 -1 into -3/4, that will be equal to 4/3 -1 3/4. ഇതായിരിക്കും നമ്മുടെ ടേംസുകൾ വരുന്നുണ്ടാവുക. ഓക്കെ, നമ്മുടെ ടേംസുകൾ ഇതായിരിക്കും വരുന്നുണ്ടാവുക. സോ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫൈൻഡ് ദ സം ഓഫ് n ടേംസ് ഓഫ് ദ സീക്വൻസ്. ഇതെങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും 4 പുറത്തേക്ക് എടുക്കാം. സോ 1 + 11 + 111 + എക്സെട്ര എല്ലാത്തിനും 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യാം. ഓക്കെ, സോ 9 + 99 + 999 + എക്സെട്ര എന്ന് പറഞ്ഞിട്ട് പോകും. ദാറ്റ് ഇസ് 4/9 into ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 10 - 1 + 10² - 1 + 10³ - 1 + എക്സെട്ര എന്ന് പറഞ്ഞിട്ട് എഴുതാം. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 4/9 into ഈ 10 ഉള്ളതൊക്കെ ഒരുമിച്ച് എഴുതാം. 10, 10² 10³ ഒക്കെ ഒരുമിച്ച് എഴുതാം. പിന്നെ ഉള്ളത് -1 -1 -1 -1. ഓക്കെ, അതെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -n ഉണ്ടാവുക. ഇതൊരു ജി പി ആണ്. ഫസ്റ്റത്തെ ആ ഒരു ഭാഗം ജി പി ആണ്. അപ്പൊ അതെന്ത് ചെയ്യാം? 4/9 into a into r raised to n. r raised to എന്ന് പറയുമ്പോൾ 10 raised to n -1 divided by 10 - 1 -n എന്നുണ്ടാവും. 4/9 into 10 into 10 raised to n -1 divided by 9 -n. ഇത്ര എഴുതിയാൽ മതി, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇത്ര എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഇത് 4 + 4 എന്നുള്ളത് മാറി വേറെ നമ്പറിലും ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കാം. നെക്സ്റ്റ്, the third, 8th and 13th term of a GP are XYZ respectively. Prove that XYZ are in GP. അപ്പൊ തേർഡ് ടേം a3 is equal to എന്ന് പറഞ്ഞാൽ എന്താണ്? ar² ആണ്. ar raised to n -1 ആണ്. അതിന്റെ വാല്യൂ x ആണ്. അതേപോലെ തന്നെ 8th ടേം എന്ന് പറഞ്ഞാൽ എന്താ വരിക? ar raised to 7 ആണ്. അതിന്റെ വാല്യൂ y ആണ്. 13th ടേം എന്ന് പറഞ്ഞാൽ ar raised to 12 ആണ്. അതിന്റെ വാല്യൂ z ആണ്. ഈ XYZ GP-യിലാണെന്നുണ്ടെങ്കിൽ z/y ഷുഡ് ബി ഈക്വൽ ടു എന്തായിരിക്കണം? y/x ആയിരിക്കണം. അതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. വി ഹാവ് ടു പ്രൂവ് ദാറ്റ് z/y = y/x. അപ്പൊ ഞാൻ ആദ്യം z/y കാണാണ്. z/y കാണുമ്പോൾ ar raised to 12 divided by ar raised to 7, which is equal to a cancel, r raised to 5. ഇനി y/x എന്ന് പറഞ്ഞാലോ? y/x എന്ന് പറഞ്ഞാൽ y/x എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? ar raised to 7 divided by ar², that is equal to r raised to 5. അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ജി പിയിലാണെന്ന് മനസ്സിലായി. z/y is equal to y/x, therefore xyz in GP. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ അത് എന്ത് ചെയ്യേണ്ടത്? പ്രൂവ് ചെയ്യേണ്ടത്. So let's move on to the next question. Find the 10th term of a GP whose third term is 24 and 6th term is 192. Third term 24 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. So a3 is equal to ar² is equal to 24. 6th term 192 ആണ്. So ar raised to 5 is equal to 192. നമ്മൾ എന്ത് ചെയ്യാണ്? ഇക്വേഷൻ 2നെ ഇക്വേഷൻ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. So 2/1 equal to ar raised to 5 divided by ar², which is equal to 192/24. a cancel ചെയ്ത് കഴിഞ്ഞാൽ r³ is equal to എന്ത് കിട്ടും? 8. r-ന്റെ വാല്യൂ 2 എന്ന് കിട്ടും. ഈ r-ന്റെ വാല്യൂ 2 കിട്ടി കഴിഞ്ഞാൽ ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുത്താൽ a-ന്റെ വാല്യൂ കിട്ടും. a into 4 is equal to 24, or a equal to 24/4, which is equal to 6. a-ന്റെ വാല്യൂ 6 കിട്ടി. ആൻഡ് ചോദിച്ചിരിക്കുന്ന 10th ടേം ആണ് അല്ലേ? a10 is equal to ar raised to 9, that is equal to 6 into 2 raised to 9, that is equal to 6 into 512, which is equal to 3072. ഇതാണ് ഇതിന്റെ വാല്യൂ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മൾ ബൈനോമിയൽ തിയറത്തിലേക്കാണ് പോകുന്നത്. എക്സ്പാൻഡ് എന്ന് പറഞ്ഞ് ചോദിക്കും. അപ്പൊ ഈ ഒരൊറ്റ എക്സ്പാൻഷൻ മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി. a + b raised to n. a + b raised to n എന്ന് പറഞ്ഞാൽ nc0 a raised to n plus nc1 a raised to n - 1 into b
plus nc2 a raised to n minus 2 b square plus etc. നെഗറ്റീവ് വരികയാണെങ്കിൽ ആൾട്ടർനേറ്റീവ് മൈനസ് പ്ലസ് ഇട്ട് കൊടുക്കാം. ഓക്കെ, സോ ഇവിടെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എക്സ് പ്ലസ് 1/x ഹോൾ റേസ് ടു 6 ഈക്വൽ ടു 6 is 0 a raised to 6 raised to 6 plus 6c1 into x raised to 6 minus 1 5 into 1/x plus 6c2 into x raised to 4 into 1/x square plus 6c3 x raised to 3 into 1/x cube plus 6c4 into x raised to 2 into 1/x raised to 4 plus 6c5 x raised to 1 into 1/x raised to 5 plus 66 into 1/x raised to 6. 60 വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ എക്സ് റേസ് ടു 6. 61 വാല്യൂ 6 ആണ്. പിന്നെ ഒരു എക്സ് നമുക്ക് ഇവിടെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 6x റേസ് ടു 4. 62 എന്ന് പറഞ്ഞാൽ 6 into 5 30/2 എന്ന് പറയുമ്പോൾ 15 ആണ്. സോ 15 into ഒരു സ്ക്വയർ ഇവിടെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ. 63 എന്ന് പറഞ്ഞാൽ 6 into 5 into 4/1 into 2 into 3. സോ 20 ആണ് വരിക. സോ 20. ഇത് രണ്ട് ക്യാൻസൽ ചെയ്ത് പോയ സ്ഥിതിക്ക് ഇവിടെ ഒന്നും ഉണ്ടാവില്ല. ഇത് രണ്ട് ക്യാൻസൽ ചെയ്ത് പോകും. പ്ലസ് അടുത്തത് 64 എന്ന് പറഞ്ഞാൽ 15 ആണ്. 15 into ഇവിടെ ഈ ഒരു ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബൈ എക്സ് സ്ക്വയർ ഉണ്ടാവും. 65 എന്ന് പറഞ്ഞാൽ 61 ഈക്വൽ ആയിരിക്കും 6 into ഡിവൈഡഡ് ബൈ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിനോമിനേറ്ററിൽ ഒരു എക്സ് റേസ് ടു 4 ഉണ്ടാവും. ലാസ്റ്റ് 66 1 ആണ് 1/x റേസ് ടു 6. ഇതായിരിക്കും ഇതിന്റെ എക്സ്പാൻഷൻ. എക്സ്പാൻഷനുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത്. പിന്നെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ് a plus b raised to 4 minus a minus b raised to 4 hence evaluate എന്ന് പറഞ്ഞിട്ട്. ഇത് വേറെ നമ്പറിലും ചോദിച്ചു കണ്ടിട്ടുണ്ട്. സോ നമ്മൾ a plus b raised to 4 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ a plus b raised to 4 equal to a raised to നമ്മൾ nc0 4c0 a raised to 4 plus 4c1 a cube b plus 4c2 a square b plus 4c3 a b square a square b square ആണ്. ഇവിടെ a b cube plus 4c4 b raised to 4. That is a plus b raised to 4 is equal to 4c0 എന്ന് പറഞ്ഞാൽ 1 ആണ്. a raised to 4 plus 4c1 എന്ന് പറഞ്ഞാൽ 4 a cube b plus 4c2 എന്ന് പറഞ്ഞാൽ 4 into 3 12/2 6 a square b square plus 4c3 എന്ന് പറഞ്ഞാൽ 4 a b cube plus 4c4 എന്ന് പറഞ്ഞാൽ 1 ആണ് b raised to 4. a minus b raised to 4 ആവുന്ന സമയത്തുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റീവ് ആയിട്ട് മൈനസും പ്ലസ് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഓൾട്ടർനേറ്റീവ് ആയിട്ട് മൈനസും പ്ലസ് ഇട്ട് കൊടുക്കാം. 4 a cube b പ്ലസ് 6 a square b square minus 4 a b cube പ്ലസ് b raised to 4. ഇനി ഇത് രണ്ടും സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്ന് ഇത് പോയാൽ 0, ഇതൊന്ന് ഇത് പോയാൽ 4 മൈനസ് മൈനസ് എന്ന് പറയുമ്പോൾ പ്ലസ് ആയിട്ട് മാറും. സോ 8 a cube b എന്നുണ്ടാവും. ഇത് പോയി കഴിഞ്ഞാൽ രണ്ട് 0, ഇത് പോയി കഴിഞ്ഞാൽ പ്ലസ് 8 a b ക്യൂബ് എന്നുണ്ടാവും. ഇത് പോയി കഴിഞ്ഞാൽ 0. ഇത് രണ്ടൊന്നും 8 a b ഞാനൊന്ന് പുറത്തേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ബാലൻസ് ഉണ്ടാവുക a square പ്ലസ് b square ആണ്. അപ്പൊ ഇതായിരിക്കും ഇതിന്റെ ആൻസർ. ഇനി നിങ്ങളോട് ചോദിച്ചു ഹെൻസ് ഇവാലുവേറ്റ് √3 പ്ലസ് √2 ഹോൾ റേസ് ടു 4. √3 പ്ലസ് √2 ഹോൾ റേസ് ടു 4 മൈനസ് √3 മൈനസ് √2 ഹോൾ റേസ് ടു 4 ഇസ് ഈക്വൽ ടു 8 a b. അതായത് 8 into a b എന്ന് പറയുമ്പോൾ √3 into √2 into a square plus b square ആണ് അല്ലെ. √3 square plus √2 square. That is equal to 8 into √6 into 3 plus 2 5. That is 40 √6 ആയിരിക്കും ഉണ്ടാവുക. 40 √6 ഇതാണ് ഇതിന്റെ ആൻസർ. ഇനി പെർമ്യൂട്ടേഷന്റെ ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ നമ്പർ ഓഫ് വേസ് ഓഫ് ചൂസിംഗ് 4 cards from a pack of 52 playing cards. How many of ഇത് ഇവിടെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. ഇവിടെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഫൈൻഡ് ദ നമ്പർ ഓഫ് വേസ് ഓഫ് ചൂസിംഗ് 4 cards from a pack of 52 playing card എന്ന് ചോദിക്കുമ്പോൾ 52C4 ആണ്. അതിനൊരു മാർക്ക് ഉണ്ട്. പിന്നെ സബ് ക്വസ്റ്റ്യൻ നമ്പർ 1 ഇതിന്റെ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടോ? കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ നിങ്ങൾക്ക്. 4 cards are of the same suit. ഒക്കെ സെയിം സ്യൂട്ട് എന്നാന്ന് പറഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യാം? 4 heart or 4 diamond or
4 ക്ലബ് ഓർ 4 സ്പേഡ്. ഇത്രയും സാധ്യതകളുണ്ട്. ഇപ്പൊ 4 ഹാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13C4, ഓർ വന്നു കഴിഞ്ഞാൽ പ്ലസ് ആണ്. ഡയമണ്ട് 13C4 പ്ലസ്, ക്ലബ് ആകുന്ന സമയത്ത് 13C4, സ്പേഡ് ആകുന്ന സമയത്ത് 13C4. അപ്പൊ ഇതിന് ആൻസർ 4 × 13C4 ആണ് ഇതിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി 4 കാർഡ്സ് ബിലോങ്സ് ടു ഡിഫറെന്റ് സ്യൂട്ട്, 4ഉം ഡിഫറെന്റ് സ്യൂട്ട് എന്നാണ്. അപ്പൊ ഒരു സ്യൂട്ടിന് എത്ര എടുക്കാൻ പറ്റൂ? 1 എടുക്കാൻ പറ്റൂ. അപ്പൊ എങ്ങനെ വരിക? 4C1 × 13C1 × 4, ഓരോ സ്യൂട്ടിൽ നിന്ന് ഓരോ നട്ട് എടുക്കുന്നത്. 13C1 × 13C1 × 13C1, that is equal to 13⁻⁴. ഇനി 2 are red and 2 are black എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 2 എണ്ണം റെഡ്. എത്ര റെഡ് ഉണ്ട്? റെഡ് എന്ന് പറയുന്നത് 26 ഉണ്ട്. സോ 26C2. നമ്മുടെ സെലക്ഷൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇൻഡു ആട്ടോ യൂസ് ചെയ്യേണ്ടത്. അപ്പൊ 2 എണ്ണം ബ്ലാക്ക് എന്നും. സോ 26C2 × 26C2. വാല്യൂസ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാം കേട്ടോ. കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ. സോ നെക്സ്റ്റ് NC2 = NC5. അത് നമ്മൾ പറഞ്ഞൊരു ഫോർമുല ആണ്. NCA = NCB ആണെങ്കിൽ either A = B or N = A + B ആയിരിക്കും. N = A + B or N = 2 + 5 7 കിട്ടും. ഓക്കെ. Then next question, how many chords can be drawn through 21 points on a circle? സിമ്പിൾ ആൻസർ ആണ്. ഒരു കോഡ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ 2 പോയിന്റ് വേണം. സോ 21C2. A committee of 7 has to be formed from 9 boys and 4 girls. 9 boys and 4 girls. In how many of these can be done if committee consists of at least 3 girls? വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അറ്റ്ലീസ്റ്റ് 3 ഗേൾസ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഏതൊക്കെ സാധ്യതകൾ ഉണ്ടെന്ന് അറിയോ? 3 ഗേൾസും നമ്മൾ ടോട്ടൽ 7 പേരെ സെലക്ട് ചെയ്യണം. 3 ഗേൾസ്, ബാക്കിയുള്ളത് 4 ബോയ്സ്, ഒരു സാധ്യത. വേറൊരു സാധ്യത ഏതാണ്? 4 ഗേൾസ് ആൻഡ് 3 ബോയ്സ്. ഇങ്ങനെ അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മുകളിലോട്ടൊക്കെ പോകാൻ പറ്റും. അതിന്റെ മുകളിലോട്ട് മാർക്ക് നിങ്ങൾ എത്ര പേരെങ്കിലും എടുക്കാം. പക്ഷെ ആകെ ഇവിടെ 5 ഗേൾസേ ഉള്ളൂ എന്നുള്ളത് മാത്രം. ഓക്കെ. അവിടെ ആകെ എത്ര ഗേൾസേ ഉള്ളൂ? 9 boys and 4 girls. ഇത്രയും സാധ്യത ഉള്ളൂ. അപ്പൊ 3 ഗേൾസ് 4 ബോയ്സ് അതെങ്ങനെ എടുക്കുന്നു ചോദിച്ചു കഴിഞ്ഞാല് 3 ഗേൾസിന് ഞാൻ 4 ഗേൾസ് എന്നാണ് എടുക്കുന്നത്. സോ 4C3 × 4 ബോയ്സിന് ഞാൻ എടുക്കുന്നത് 9 ബോയ്സ് എന്നാണ്. സോ 9C4 ഓർ വന്നു കഴിഞ്ഞാൽ പ്ലസ്. അതേപോലെ ഈ 4 ഗേൾസിന് 4C4 × ഈ 3 ബോയ്സിന് എടുക്കുന്നത് 9C3. സോ ഇതിന്റെ ആൻസർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെ വാല്യൂസ് കാണാൻ പറ്റും. അത് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കട്ടോ. ഫൈനൽ വാല്യൂ നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ നിങ്ങൾക്ക് കോമ്പിനേഷന്റെ ക്വസ്റ്റ്യൻസ് നേരിട്ട് ചെയ്ത് നോക്കാൻ പറ്റും. ഇനി അടുത്ത ചാപ്റ്റർ ആണ് ലീനിയർ ഇനീക്വാലിറ്റി. അതിന്റെ ഗ്രാഫിക്കൽ സൊല്യൂഷൻ ആണ് ഉണ്ടാവുക. ഗ്രാഫിക്കൽ സൊല്യൂഷൻ വളരെ സിമ്പിൾ സൊല്യൂഷൻ ആയിരിക്കും ഉണ്ടാവുക. എന്ത് ചെയ്യുക? x + 2y = 8, 2x + y = 8, x greater than or equal to 0, y greater than or equal to 0 അല്ലേ? അപ്പൊ എന്ത് ചെയ്യുക? ഇതിന്റെ ഒരു ബോക്സ് വരയ്ക്കുക. ഇതിന്റെ ഒരു ബോക്സ്, സിമ്പിൾ ആയിട്ടുള്ള ഒരു ബോക്സ് വരയ്ക്കുക. x y. ഇവിടെ എന്ത് ചെയ്യുക? ഒരു ബോക്സ് വരയ്ക്കുക. x y. ഇവിടെ x 0 ആവുന്ന സമയത്ത് 2y = 8, y = 4, y 0 ആവുന്ന സമയത്ത് x = 8, x y. x 0 ആവുന്ന സമയത്ത് y = 8, y 0 ആവുന്ന സമയത്ത് x = 4. ഇവിടെ നിങ്ങൾ വരയ്ക്കണമെന്നില്ല. ഇത് രണ്ടും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എക്സ് ആക്സിസ് പോസിറ്റീവ്, വൈ ആക്സിസ് പോസിറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ക്വാഡ്രന്റിൽ മാത്രമേ ഷെയ്ഡ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ. നമ്മുടെ ഷെയ്ഡിങ് ഫസ്റ്റ് ക്വാഡ്രന്റിൽ മാത്രം ഒതുങ്ങി നിൽക്കണം. അത്രയുള്ള അതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ എന്ത് ചെയ്യാം? നമ്മുടെ ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് നോക്കാം. 2 4 6 8. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കെയിൽ യൂസ് ചെയ്യാം കേട്ടോ. -2 -4 -6 -8 2 4 6 8 -2 -4. നമ്മൾ വാല്യൂസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ x 0 ആകുമ്പോൾ വൈന്റെ വാല്യൂ 4. ഓക്കെ. x 0 ആകുന്ന സമയത്ത് വൈന്റെ വാല്യൂ എന്ന് പറയുന്നത് 4. വൈന്റെ വാല്യൂ 4. അതേപോലെ y 0 ആകുമ്പോൾ എക്സിന്റെ വാല്യൂ 8. അപ്പൊ ആ 2 പോയിന്റ്സ് കണക്ട് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ലൈൻ വരയ്ക്കാം. ഒരു ലൈൻ വരച്ചു. ഓക്കെ. ഇതാണ് x + 2y = 8. x + 2y = 8. ഇനി അതിന്റെ ഷെയ്ഡിങ് ഏത് ഭാഗത്തേക്കാണ് മനസ്സിലാക്കാൻ നിങ്ങൾ ആ ഇനീക്വാലിറ്റിയിലെ ഇപ്പൊ x + 2y <= 8 ആണ്. ഷെയ്ഡിങ് ഏതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി 0 0 ഇട്ട് എടുക്കുക. 0 0 ഇട്ട് എടുക്കുമ്പോൾ 0 + 0 0 0 <= 8. അപ്പൊ ആ ഭാഗത്ത് അത് ട്രൂ ആണ്. അപ്പൊ ട്രൂ ആണെങ്കിൽ അതുള്ള ഭാഗത്തേക്കാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്. സോ നമ്മുടെ ഷെയ്ഡിങ് ഈ ഭാഗത്തേക്കായിരിക്കും ഉണ്ടാവുക. ഫസ്റ്റ് ലൈൻ്റെത്. ഇനി നമ്മൾ സെക്കൻഡ് ലൈൻ്റെത് എന്താണ്?
2x plus y less than or equal to 8. 2x plus y less than or equal to 8. അവിടെ x 0 ആകുമ്പോൾ y ന്റെ വാല്യൂ 8 ആണ്. ഞാൻ വേറെ കളർ യൂസ് ചെയ്യാം. x 0 ആകുന്ന സമയത്ത് y ന്റെ വാല്യൂ 8, y 0 ആകുന്ന സമയത്ത് x ന്റെ വാല്യൂ 4. അപ്പൊ അത് രണ്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ലൈനോട് വരയ്ക്കാം. എന്ത് ചെയ്യാം? ഈ ഒരു ലൈനോട് വരയ്ക്കാം. ഓക്കെ, ഈ ഒരു ലൈനും കൂടെ വരയ്ക്കാം. ഇനി അവിടെ ഈ പറഞ്ഞ ഒരു ഇനീക്വാലിറ്റി നമ്മൾ ചെക്ക് ചെയ്യണം. 2x plus y less than or equal to 8 ആണ്. 0 കൊടുത്തു കഴിഞ്ഞാൽ 0 less than or equal to 8, അതും ട്രൂ ആണ്. അപ്പൊ അതും ഈ ഒരു ഭാഗത്തേക്ക് തന്നെയാണ് ഷെയ്ഡിങ് വരുന്നത്. ഓക്കെ, ഈ ഒരു ഭാഗത്തേക്ക്. അപ്പൊ രണ്ടിലും കോമൺ ആയിട്ട് നിൽക്കുന്ന ഫസ്റ്റ് ക്വാഡ്രന്റിലെ ഭാഗം മാത്രമാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്. ഇത് ഫസ്റ്റ് ക്വാഡ്രന്റിലെ ഭാഗം മാത്രം ഷെയ്ഡ് ചെയ്യണമെന്ന് ഞാൻ പറയാൻ കാരണം ഇവിടെ ഒരു ഇനീക്വാലിറ്റി ഉണ്ട്. ഈ ഒരു ഇനീക്വാലിറ്റി ഉള്ളത് കൊണ്ട് ഫസ്റ്റ് ക്വാഡ്രന്റിൽ മാത്രമേ നിങ്ങൾ ഷെയ്ഡ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. അപ്പൊ നിങ്ങളുടെ ഷെയ്ഡിങ് റീജിയൻ എന്ന് പറയുന്നത് ഇതായിരിക്കും. ഓക്കെ, ഇതായിരിക്കും നമ്മുടെ ഷെയ്ഡിങ് റീജിയൻ. So this is our required shading region. Okay. So linear inequality ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. ഒരു ഇനീക്വാലിറ്റി, രണ്ട് ഇനീക്വാലിറ്റി തന്നിട്ട് രണ്ടോ മൂന്നോ തന്നിട്ട് അത് സോൾവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ തന്നെ പ്രതീക്ഷിക്കേണ്ടതായിട്ടുള്ളൂ. നെക്സ്റ്റ് ചാപ്റ്റർ ആണ് കോംപ്ലക്സ് നമ്പർ. കോംപ്ലക്സ് നമ്പറിൽ നമുക്ക് ആകെ പഠിക്കാനുള്ളത് ഒരു കോംപ്ലക്സ് നമ്പർ തന്നു കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഒരു കോംപ്ലക്സ് നമ്പർ തന്നു വിചാരിക്കുക, 3 + 4 ആയി. ആ കോംപ്ലക്സ് നമ്പറിന്റെ മോഡുലസ് അതേപോലെ തന്നെ മോഡുലസും അതേപോലെ തന്നെ കോൺജുഗേറ്റും ചോദിച്ചേക്കാം. ഒരു കോംപ്ലക്സ് നമ്പർ തന്നു കഴിഞ്ഞാൽ അതിന്റെ മോഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? √3² + 4² എന്ന് വെച്ചാൽ √25 എന്ന് കിട്ടും, 5 ആയിരിക്കും. ഇനി ഇതിന്റെ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ z ആണ്. നേരെ ഇമാജിനറി പാർട്ടിന്റെ സൈൻ ഒന്ന് ചേഞ്ച് ചെയ്താൽ മതി, 3 - 4 ആയി. ഇതാണ് ഒരു ടൈപ്പ് ക്വസ്റ്റ്യന്. വേറെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഡിവിഷനോ മൾട്ടിപ്ലിക്കേഷനോ തരാം. അപ്പൊ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് നമ്പറിന്റെ ഡിവിഷൻ വളരെ ഈസിയാണ്. 1 + i ഡിവൈഡഡ് ബൈ 1 - i ആണ്. ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1 + i ഡിവൈഡഡ് ബൈ 1 - i. ഇതിന്റെ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? 1 + i തന്നെയാണ്. ഓക്കെ, ഡിവൈഡഡ് ബൈ 1 + i. ദാറ്റ് ഇസ് ഈക്വൽ ടു, ഇത് 1 + i ഹോൾ സ്ക്വയർ വരും അല്ലേ? 1 + i ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1² + 2i + i². ഡിനോമിനേറ്റർ ഉണ്ടല്ലോ, ഇത് നിങ്ങൾ ഓർത്ത് വെച്ചോളൂ കുട്ടികളെ. a + ib × a - ib. ഇത് a² + b² ആയിരിക്കും. ഓക്കെ, a² + b² ആയിരിക്കും. അപ്പൊ ചെയ്യുമ്പോൾ 1² + 1², ദാറ്റ് ഇസ് ഈക്വൽ ടു i²ന്റെ വാല്യൂ -1 ആണ്. അപ്പൊ ഈ -1 +1 പോയാൽ 2i ഡിവൈഡഡ് ബൈ 2 എന്നുണ്ടാവും. ദാറ്റ് ഇസ് ഈക്വൽ ടു i ആയിരിക്കും നമ്മുടെ ഇതിന്റെ ആൻസർ. ഇപ്പൊ a + ib ഫോർമാറ്റിൽ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ a ഇല്ലെങ്കിലും നിങ്ങൾ ഇങ്ങനെ എഴുതി വെക്കുക, 0 + i, z = 0 + i എന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് ട്രൈ ചെയ്തേ കുട്ടികളെ, ഈ ക്വസ്റ്റ്യൻ ഒന്ന് ട്രൈ ചെയ്തേ. നോക്കാം. i⁻⁸ വാല്യൂ അതറിയാൻ വേണ്ടി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് i⁴ വാല്യൂ 1 ആണ്. i⁴n + 1 വാല്യൂ i ആണ്. i⁴n + 2 വാല്യൂ -1 ആണ്. സോറി, -1 ആണ്. i⁴n + 3 വാല്യൂ -i ആണ്. ഇതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ ഇതിനെങ്ങനെ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ i⁴ × 4 + 2 ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ i² വാല്യൂ എന്താണ്? അതായത് ഈ ഒരു സെക്ഷൻ വരിക. അപ്പൊ ഇതിന്റെ വാല്യൂ എത്ര വരിക? -1 ആണ്. ഇനി വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ റിയൽ ആൻഡ് ഇമാജിനറി പാർട്ട് ഓഫ് ദ കോംപ്ലക്സ് നമ്പർ? അപ്പൊ ഇതൊരു കോംപ്ലക്സ് നമ്പർ ആണ്. അപ്പൊ ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സിംപ്ലിഫൈ ചെയ്യണം. 1 + i ഡിവൈഡഡ് ബൈ 1 - i മൈനസ് 1 - i ബൈ 1 + i ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 1 + i ഹോൾ സ്ക്വയർ മൈനസ് 1 - i ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 - i × 1 + i which is equal to 1 + i whole square എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1² + 2i + i² + i² മൈനസ് 1 - i whole square എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1²
minus 2i plus I square divided by ഇത് a plus b into a minus b format ആണ്. That will be equal to a square plus b square, 1 square plus 1 square. Now it is equal to 1 plus 2i minus 1 minus 1 plus 2i minus 1 divided by 2. ഇവിടെ ഈ ഒരു 1ഉം ഈ ഒരു minus 1ഉം ക്യാൻസൽ ചെയ്യാം. പിന്നുള്ളത് minus 1 minus 1, that is minus 1 minus 1 എന്ന് പറയുമ്പോൾ minus 2, 2 plus 2i എന്ന് പറയുമ്പോൾ 2 plus 2i എന്ന് പറയുമ്പോൾ 4i. ഇവിടെ ചെറിയൊരു പ്രശ്നം ഉണ്ട്. ഐ സ്ക്വയറിന്റെ വാല്യൂ -1 ആണ്. ഓക്കെ, ഐ സ്ക്വയറിന്റെ വാല്യൂ -1 ആണ്. ഈ -1 ഈ +1 എന്താ ഇപ്പോൾ കട്ട് ആയി പോകും. ഓക്കെ, അപ്പൊ ഇവിടെ ചെറിയൊരു മാറ്റം ഉണ്ട്. അപ്പം പിന്നെ ബാലൻസ് ഉള്ള ഒരു +2i ആണ്. ഓക്കെ, +2i ആണ്. ഓക്കെ, +2i. സോ -2iയും -2iയും പകരം 4i, 4i by 2 എന്ന് പറയുമ്പോൾ 2i. അപ്പൊ റിയൽ പാർട്ട് 0 ആണ്, ഇമാജിനറി പാർട്ട് 2 ആണ്. ഓക്കെ, സോ 2 ആയിരിക്കും നമ്മുടെ ആൻസർ. നെക്സ്റ്റ്, എക്സ്പ്രസ് ദ കോംപ്ലക്സ് നമ്പർ 5 plus i divided by 2 plus 3i എന്നല്ലേ. അപ്പൊ ഇതില് ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് എടുത്തിട്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിൽ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഇസ് ഈക്വൽ ടു 5 plus i divided by 2 plus 3i ഇൻഡോ ഇതിന്റെ കോൺജുഗേറ്റ് 2 minus 3i, ഇവിടെയും 2 minus 3i. ദാറ്റ് ഇസ് ഈക്വൽ ടു 5 plus i ഇൻഡോ 2 minus 3i divided by, ഇവിടെ a square plus b square എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 square plus 3 square ആണ്. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ 5 into 2 10 minus 5 into 3i minus 15i, I into 2 2i, I into minus 3i minus 3i square divided by 9 plus 4 13. 10 minus 13i, ഇതിന്റെ വാല്യൂ i square -1 ആണ്. -1 into -3 plus 3 divided by 13, that is equal to 13 minus 13i divided by 13 വരും. ഓർ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 minus i ആയിരിക്കും. 1 minus i. ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. ഒക്കെ ഡയറക്റ്റ് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കോംപ്ലക്സ് നമ്പറിൽ മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷന്, മോഡുലസ്, കോൺജുഗേറ്റ് ഇതേ വരും. ഇതും അതേപോലെ തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് മാത്രം, ഈ ഡിനോമിനേറ്റർ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് മാത്രം. ഓക്കെ, ഈ പോളാർ ഫോം ഇല്ല കേട്ടോ, നമ്മൾ ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയ ആണ്. എന്ത് ചെയ്യുക, ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ്, അതിന് മുന്നേ ഇതൊന്ന് ഡിനോമിനേറ്റർ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുക. ഡിനോമിനേറ്റർ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1 into 1 1, 1 into -2i minus 2i, I into 1 I into minus 2i minus 2i square, that is equal to 2 plus i divided by 1 minus 2i plus i എന്ന് പറയുമ്പോൾ 1 minus i minus 2i square എന്ന് പറയുമ്പോൾ 2i സ്ക്വയറിന്റെ വാല്യൂ എത്രയാണ്? 2i സ്ക്വയറിന്റെ വാല്യൂ എന്ന് പറയുമ്പോൾ i സ്ക്വയറിന്റെ വാല്യൂ -1 into -2 plus 2, that is 2 plus i divided by 3 minus i. ഇതാണ് ഇപ്പോൾ ഉള്ളത്, 2 plus i divided by 3 minus i. ഇനി എന്ത് ചെയ്യണം, ഇപ്പൊ ഞാൻ ചെയ്ത ഡിനോമിനേറ്റർ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാൻ മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ടോട്ടല് ഡിനോമിനേറ്റർ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇതിന്റെ കോൺജുഗേറ്റ് എടുത്തിട്ട് രണ്ടിടത്തും മൾട്ടിപ്ലൈ ചെയ്യാം. സോ 3 plus i ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാം, 3 plus i ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 2 plus i into 3 plus i divided by 3 square plus 1 square എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 വരും. That is equal to 6 plus 2i plus 3i plus i square divided by 10, that is equal to i square value -1 ആണ്. 6 minus 1 5 plus 5i by 10 ഇതായിരിക്കും നിങ്ങളുടെ ആൻസർ. a plus ib ഫോർമാറ്റിൽ എഴുതുമ്പോൾ രണ്ട് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 5 by 10 plus 5 by 10 i ഇതായിരിക്കും. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ചാപ്റ്റർ ആണ് നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. അപ്പൊ ഇതിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. നമ്മളിത് പ്രൂവ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് പി ഓഫ് 1 എടുക്കാൻ വേണ്ടി ഈ ക്വസ്റ്റ്യനിലുള്ള ഫസ്റ്റ് ടേം ആണ് നിങ്ങൾ എടുക്കേണ്ടത്. പി ഓഫ് 1 ചെക്ക് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് ടേം എടുക്കാം 1. ഇതിന്റെ റൈറ്റ് സൈഡിൽ n-ന് 1 കൊടുക്കുക. റൈറ്റ് സൈഡിൽ n-ന് 1 കൊടുക്കുമ്പോൾ 3⁻1 - 1 divided by 2 or 1 equal to 3 minus 1 2 by 2 which is equal to 1. LHS equal to RHS. LHS equal to RHS. LHS equal to RHS. P of 1 is true. P of 1 is true. ഇനി അടുത്തത് അസ്യൂം ദാറ്റ്, അടുത്ത സ്റ്റെപ്പ് നേരെ പോയാൽ മതി. ഇത് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനിൽ പ്രൂവ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഓൾറെഡി നമ്മൾ കണ്ടത് കൊണ്ട് ഇനി അടുത്ത സ്റ്റെപ്പ് assume that
P of k is true. Assume that P of k is true. നമ്മൾ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളൊന്ന് അസ്യൂം ചെയ്യാണ്. അപ്പം 1 plus 3 plus etc. 3 raised to k minus 1, which is equal to 3 raised to k minus 1 divided by 2. നമ്മൾ P of k true ആണെന്ന് അസ്യൂം ചെയ്തു. കുട്ടികൾ അടുത്ത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ പ്രൂവ് ചെയ്യേണ്ട ഒരു സ്റ്റേറ്റ്മെന്റ് ഇല്ലേ, അത് ജസ്റ്റ് ഒന്നുകൂടെ എഴുതി വെച്ചേക്കുക. പ്രൂവ് ചെയ്യേണ്ട സ്റ്റേറ്റ്മെന്റ് ഇത്രയേ ഉള്ളൂ. കെന്റെ സ്ഥാനത്തൊക്കെ എനിക്ക് k plus 1 കിട്ടണം. ഓക്കെ, കെന്റെ സ്ഥാനത്തൊക്കെ എനിക്ക് k plus 1 കിട്ടണം. അതാണ് പ്രൂവ് ചെയ്യേണ്ടത്. സോ നൗ ആ ഒരു കാര്യം കിട്ടുന്നതിന് വേണ്ടി ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ആ ഒരു കാര്യത്തിലേക്ക് വേണ്ടി ആദ്യം P of k plus 1 സ്റ്റേറ്റ്മെന്റ് ആണ് ഞാൻ എഴുതാൻ പോകുന്നത്. P of k plus 1 equal to 1 plus 3 plus etc. 3 raised to k minus 1. അടുത്ത ടേം ഏതാ വരിക? ഈ കെന്റെ സ്ഥാനത്ത് k plus 1 കൊടുക്കണം. k plus 1 minus 1, which is equal to ഇത്രയും ഭാഗം നിങ്ങൾക്കറിയാം, കഴിഞ്ഞ സ്റ്റെപ്പിൽ കിട്ടിയതാണ് 3 raised to k minus 1 by 2 പ്ലസ് ഈ പ്ലസ് 1 മൈനസ് 1 പോയാൽ 3 raised to k ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 3 raised to k minus 1 plus 2 into 3 raised to k divided by 2, which is equal to 2 3 raised to k 3 raised to k ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 3 raised to k 3 into 3 raised to k minus 1 by 2 എന്നാണ്. ഇതെന്താണ്? 3 raised to k plus 1 3 raised to k plus 1 minus 1 divided by 2 എന്ന് വെച്ചാൽ P of k plus 1 is true. Therefore P of k plus 1 is true. ഓക്കെ, ഇതാണ് ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ. പിന്നെ ഇതേപോലെ 1 minus 1 by 2 raised to n ഉണ്ടല്ലോ, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് 1 minus 1 by 2 raised to n ന്റെ, അതും ഇതേപോലെ ചെയ്തു നോക്കുക. പിന്നെ വേറെ ക്വസ്റ്റ്യൻ 1 into 2 plus 2 into 3 plus etc. n into n plus 1 equal to n into n plus 1 into n plus 2 by 3. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ കാണേണ്ടത് P of 1 ആണ്. P of 1 എന്ന് പറഞ്ഞാൽ LHS എന്താ ഉള്ളത്? 1 into 2. RHS n ന് 1 കൊടുത്താൽ 1 into 1 plus 1 2 1 plus 2 3 ആണ് divided by 3, that is equal to LHS 2 equal to 2, LHS equal to RHS. P of 1 is true. P of 1 is true. അടുത്തത് by using principle of mathematical induction ആണ്. അടുത്ത എന്താണെന്ന് വെച്ചാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് assume that P of k is true. Assume P of k is true. നമ്മൾ P of k true ആണെന്ന് assume ചെയ്ത് കഴിഞ്ഞാൽ 1 into 2 plus 2 into 3 plus etc. k into k plus 1, which is equal to k into k plus 1 into k plus 2 divided by 3. Okay. ഇനി അടുത്ത P of k plus 1 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ്, that is equal to 1 into 2 plus 2 into 3 plus kth ടേം എന്ന് പറഞ്ഞാൽ k into k plus 1 ആണ്. ഓക്കെ, അതിന് മുന്നേ പ്രൂവ് ചെയ്യേണ്ട സാധനം എന്താണ്? എന്നിന്റെ സ്ഥാനത്തൊക്കെ k plus 1 വരണം, എന്നിന്റെ സ്ഥാനത്തൊക്കെ k plus 1 വരണം. ഇതാണ് പ്രൂവ് ചെയ്യേണ്ട സാധനം കേട്ടോ. k plus 2 plus k plus 3 divided by 3, ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്ത് കാണിക്കേണ്ടത്. ഇത് റൈറ്റ് സൈഡിൽ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചേക്കാം. ഇത് റൈറ്റ് സൈഡിൽ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചേക്കാം. ഓക്കെ, ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ k plus 1 into k plus 2. ഇതില് ഇവിടം മുതൽ ഇവിടം വരെയുള്ള സമ്മ് അത് ഓൾറെഡി ഗിവൺ ആണ്. അതിന്റെ വാല്യൂ എത്രയാണ്? k into k plus 1 into k plus 2 divided by 3 പ്ലസ് എന്താ ഉള്ളത്? k plus 1 into k plus 2. അപ്പൊ ഇതൊന്നും എന്ത് ചെയ്യുക? കോമൺ ആക്കിയിട്ട് പുറത്തേക്ക് എടുക്കുക. എന്താ കോമൺ ആക്കി പുറത്തെടുക്കാൻ പറ്റുക? k plus 1 into k plus 2 k plus 1 into k plus 2 പുറത്തെടുത്ത് കഴിഞ്ഞാൽ ബാലൻസ് എന്താ ഉള്ളത്? k by 3 plus 1, k by 3 plus 1. It is equal to k plus 1 into k plus 2, ഇവിടെ എന്താ വരിക? k plus 3 divided by 3. ഇതന്നല്ലേ പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്? ഇതന്നെയാണ് പ്രൂവ് ചെയ്യേണ്ടത്. Therefore P of k plus 1 is true. Therefore P of k plus 1 is true. ഇങ്ങനെയാണ് നമ്മളിത് പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ഇത് നമ്മൾ ട്രിഗണോമെട്രി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സൈൻ 765 ഡിഗ്രീനെ നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ 720 ഡിഗ്രി പ്ലസ് 45 എന്ന് എഴുതാം. ഒറ്റ കാര്യം, ഈ 360ന്റെ മൾട്ടിപ്പിൾസ് ആണെങ്കിൽ അത് നിങ്ങൾ 0 പോലെ തന്നെ കൺസിഡർ ചെയ്തോളൂ, അതില്ലാന്ന് തന്നെ വിചാരിച്ചോളൂ. ഇപ്പൊ സൈൻ 45 ആയിക്കോന്റെ വാല്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/√2. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ 4 ക്വാഡ്രന്റ് സിസ്റ്റം ഒക്കെ വെച്ച് നമുക്ക് കണ്ടുനോക്കാം. ഇനി അടുത്തത് cos 7x plus cos 5x divided by sin 7x minus sin 5x. അതെങ്ങനെ പ്രൂവ് ചെയ്യും? LHS എടുക്കാം. LHSൽ cos 7x plus cos 5x divided by sin 7x
minus sin 5x which is equal to എന്താ വരിക cos c plus cos t എന്ന് പറഞ്ഞാൽ 2 cos c plus t by 2 7 plus 5 12 12/2 rx into cos a minus b by 2 7 minus 5 2 2/2 x divided by sin c minus sin d. sin c minus sin d എന്ന് പറയുമ്പോൾ 2 cos 7 plus 5 6x into sin 7 minus 5 x. ഇത് രണ്ട് കട്ട് ചെയ്ത് പോകും cos x by sin x which is equal to cot x. ഇതേപോലെ വെരിഫൈ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ എന്തായാലും പരീക്ഷയ്ക്ക് ചോദിക്കും. പിന്നെ tan 75ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് tan 75 ഡിഗ്രി ഈക്വൽ ടു tan 45 ഡിഗ്രി പ്ലസ് 30 ഡിഗ്രി ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു tan 45 ഡിഗ്രി പ്ലസ് tan 30 degree divided by 1 minus tan 45 degree into tan 30 degree. tan 45 ന്റെ വാല്യൂ എത്രയാണ് 1. tan 30 ന്റെ വാല്യൂ എത്രയാണ് 1 by root 3 divided by 1 minus tan 45. 1 minus tan 45 എന്ന് പറയുമ്പോൾ 1 minus 1 into tan 30 എന്ന് പറയുമ്പോൾ 1 by root 3. That's equal to root 3 plus 1 by root 3 divided by root 3 minus 1 divided by root 3. root 3 cancel ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ആയി root 3 plus 1 by root 3 minus 1 ആണ്. ഈ 75 പോലെ തന്നെ പിന്നെ ചോദിക്കാവുന്ന വേറൊരു വാല്യൂ എന്ന് പറയുന്നത് 15 ഡിഗ്രി ആണ് കേട്ടോ. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യണം 45 minus 30 എന്ന് പറഞ്ഞിട്ട് എഴുതണം. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതേപോലെ ഒരു ട്രിഗണോമെട്രിക് റേഷ്യോസ് തന്നിട്ട് ബാക്കിയുള്ള റിമൈനിങ് ട്രിഗണോമെട്രിക് റേഷ്യോസ് കാണാനുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു sin x equal to 3 by 5. അപ്പൊ നിങ്ങൾ ട്രയാങ്കിൾ വരയ്ക്കാം. ഇതാണ് എക്സ്. sin x എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. നിങ്ങൾ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്താൽ ഇത് 4 എന്ന് കിട്ടും. അതിന് ബാക്കിയുള്ള വാല്യൂസ് ഒക്കെ നമുക്ക് കാണാം. cos x എന്ന് പറഞ്ഞാൽ എന്താ ഉണ്ടാവുക അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് 4 by 5. tan x എന്ന് പറഞ്ഞാൽ എന്താ വരിക ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്, സോ 3 by 4. ഇനി cosec x എന്ന് പറഞ്ഞാൽ 1 by sin x ആണ്, അതായത് 5 by 3. ഇനി sec x എന്ന് പറഞ്ഞാൽ 1 by cos x ആണ്, 5 by 4. ഇനി cot x എന്ന് പറഞ്ഞാൽ 1 by tan x ആണ്, 4 by 3. ഇനി ചിഹ്നം കൺസിഡർ ചെയ്യണം. ഏത് ക്വാഡ്രന്റ്? സെക്കൻഡ് ക്വാഡ്രന്റ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ ASTC ആണ് അല്ലെ, ഓൾ സ്റ്റുഡൻസ് ടേക്ക് കോഫി ആഡ് ഷുഗർ ടു കോഫി എന്നൊക്കെ ഓർത്തുക്കാം. സൈനും കൊസീക്കും പോസിറ്റീവ് ആയിരിക്കും. സോ സൈനും കൊസീക്കും പോസിറ്റീവ് ആയിരിക്കും, ബാക്കിയൊക്കെ നെഗറ്റീവ് ആയിരിക്കും. ഇത് നെഗറ്റീവ്, ഇത് നെഗറ്റീവ്, ഇത് നെഗറ്റീവ്, ഇത് നെഗറ്റീവ്. ഇങ്ങനെയാണ് നമ്മൾ ബാക്കി വാല്യൂസ് കാണുന്നത്. ദെൻ നമ്മൾ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിലേക്കാണ്. നമുക്ക് 2 ചാപ്റ്റർ കൂടെ ഉള്ളൂ. ഓക്കെ, ഒരുപാട് സമയം എടുക്കില്ല, പെട്ടെന്ന് തന്നെ കഴിയും. ഇത് മാച്ച് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് റാഷണൽ ഫംഗ്ഷൻ ആണ്. അപ്പൊ ഇത് മാച്ച് ചെയ്യുന്നത് ഫസ്റ്റത്തിലേക്ക് ആയിരിക്കും. ഇത് ഐഡന്റിറ്റി ഫംഗ്ഷൻ ആണ്. ഐഡന്റിറ്റി ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഐഡന്റിറ്റി ഫംഗ്ഷൻ ഇത് ഇതിലേക്ക് തന്നെയാണ് മാച്ച് ചെയ്യുന്നത്. അതേപോലെ ഇത് സിഗ്നം ഫംഗ്ഷൻ ആണ്. സിഗ്നം ഫംഗ്ഷൻ എന്ന് പറയുന്നത് തേർഡ് അല്ല ഫോർത്ത് വണ്ണിലേക്കാണ് മാച്ച് ചെയ്യുന്നത്. ഇത് f(x)(x³ ഗ്രാഫാണ്. ഓക്കെ, അപ്പൊ അത് സെക്കൻഡിലേക്കാണ് മാച്ച് ചെയ്യുന്നത്. അപ്പൊ ഇതേപോലെ മാച്ച് ചെയ്യുന്ന ക്വസ്റ്റ്യൻസുകൾ നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഇതേപോലെ 2 ഓർഡേർഡ് പെയറുകൾ തന്നിട്ട് അതിൽ എക്സിന്റെയും വൈന്റെയും വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കലുണ്ട്. അപ്പൊ അതെങ്ങനെ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് എക്സ് പ്ലസ് 3/2 ന്റെ വാല്യൂ 4 കൊടുക്കുക. അതേപോലെ y-1/3 വാല്യൂ എന്ത് കൊടുക്കുക 2 കൊടുക്കുക. സോ x plus 3 equal to 8, x equal to 8 minus 3 5 എന്ന് കിട്ടും. y minus 1 equal to 6, y equal to 6 plus 1 7 എന്ന് കിട്ടും. ഇനി ഇതിന്റെ ഗ്രാഫ് ചോദിച്ചിട്ടുണ്ട്. ഇതിന്റെ ഗ്രാഫ് ഏതൊരു ക്വസ്റ്റ്യൻ ആണെങ്കിലും ഗ്രാഫ് വരയ്ക്കാനുള്ള പ്രൊസീജിയർ സിമിലർ ആണ്. f(x) equal to mod x minus 3 ആണ്. ഒരു ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടി ടേബിൾ വരയ്ക്കുകയാണ് ഞാൻ. ഓക്കെ, ഇതിന്റെ ടേബിൾ ഒന്ന് വരച്ചു നോക്കാം. എക്സ് വൈ കുറച്ച് നെഗറ്റീവ് നമ്പേഴ്സ് കൊടുക്കുക. 0 കൊടുക്കുക, 1 കൊടുക്കുക, 2 കൊടുക്കുക, 3 കൊടുക്കുക. ഓക്കെ, -3 കൊടുക്കുന്ന സമയത്ത് ഇതിന്റെ -3യുടെ മോഡുലസ് +3 ആണ്. സോ 3 - 3 0 കിട്ടും. -2ന്റെ മോഡുലസ് 2 ആണ്. 2 - 3 -1. -1ന്റെ മോഡുലസ് 1 ആണ്. 1 - 3 -2. 0ന്റേത് -3. 1ന്റേത് 1 - 3 -2. 2ന്റേത് 2 - 3 -1. 3ന്റേത് 3 - 3 0. ഓക്കെ, സോ നമ്മുടെ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ ഈ പോയിന്റ്സുകൾ വെച്ചിട്ടാണ് ഗ്രാഫ് പ്ലോട്ട് ചെയ്യേണ്ടത്.
കുറച്ച് പോയിന്റ്സ് എടുക്കാം. -1, -2, -3, 1, 2, 3, 1, 2, 3, -1, -2, -3. -3 ഇതിന്റെ വാല്യൂ 0 ആണ്. നമുക്ക് പോയിന്റ്സുകൾ മാർക്ക് ചെയ്യാം. -3 0, -2 ഇതിന്റെ വാല്യൂ -1 ആണ്, -1 ഇതിന്റെ വാല്യൂ -2 ആണ്, 0 ഇതിന്റെ വാല്യൂ 3 ആണ്, 1 ഇതിന്റെ വാല്യൂ -2 ആണ്, 2 ഇതിന്റെ വാല്യൂ -1 ആണ്, 3 ഇതിന്റെ വാല്യൂ 0 ആണ്. അപ്പൊ നമ്മുടെ ഗ്രാഫ് എങ്ങനെ ഉണ്ടാവും? ഇതേപോലെ ഒരു രണ്ട് സൈഡിലേക്കും എക്സ്റ്റെൻഡ് ചെയ്യുന്ന രീതിയിൽ. ഓക്കെ, ഇതേപോലെ രണ്ട് സൈഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, രണ്ട് സൈഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ ഏതൊരു ഫംഗ്ഷന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ റേഞ്ച് നിങ്ങൾ y ആക്സിസിലുള്ള വാല്യൂസ് നോക്കുന്നത്. y ആക്സിസിലുള്ള വാല്യൂസ് എന്ന് പറഞ്ഞാൽ y ഇവിടെ -3 മുതലാണ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ -3 to ഇൻഫിനിറ്റി ആട്ടോ. -3 to ഇൻഫിനിറ്റി ആണ്. -3 to ഇൻഫിനിറ്റി. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സിന് എന്ത് വാല്യൂസ് വേണമെങ്കിലും കൊടുക്കാം. ദാറ്റ് വിൽ ബി റിയൽ നമ്പർ. ഓക്കെ, ഒരു ഫംഗ്ഷനിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ വാല്യൂ ആണ് ഡൊമൈന്. കൊടുക്കുമ്പോൾ നമുക്ക് തിരിച്ചു കിട്ടുന്ന വാല്യൂ ആണ് റേഞ്ച്. ദെൻ ഇതേപോലെ റിലേഷൻ നിങ്ങൾക്ക് സെറ്റ് ബിൽഡർ ഫോമിൽ തന്നിട്ട് അതിന്റെ ഡൊമൈൻ, കോഡൊമൈൻ, റേഞ്ച് കാണാൻ ചോദിക്കാറുണ്ട്. സോ നമ്മുടെ റിലേഷൻ എഴുതുമ്പം r = 3x - y = 0 ആണ്. ഓർ y = എന്തായിരിക്കും? 3x എന്ന് വെച്ചാൽ എക്സിന് 1 കൊടുക്കുമ്പോൾ y-ന്റെ വാല്യൂ 3 ആയിരിക്കും, എക്സിന് 2 കൊടുക്കുമ്പോൾ y-ന്റെ വാല്യൂ 6 ആയിരിക്കും, എക്സിന് 3 കൊടുക്കുമ്പോൾ y-ന്റെ വാല്യൂ 9 ആയിരിക്കും, എക്സിന് 4 കൊടുക്കുമ്പോൾ y-ന്റെ വാല്യൂ 12 ആയിരിക്കും. ഓക്കെ, 5 കൊടുത്തു കഴിഞ്ഞാൽ 15 ആണ്. അത് ഈ സെറ്റിനകത്ത് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ എഴുതാത്തത്. അപ്പൊ ഡൊമൈന്, കോഡൊമൈന്, റേഞ്ച് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ റിലേഷനിലെ ഫസ്റ്റ് എലമെന്റുകൾ 1, 2, 3, 4. റേഞ്ച് എന്ന് പറയുമ്പോൾ റിലേഷനകത്തുള്ള സെക്കൻഡ് എലമെന്റുകൾ 3, 6, 9, 12. കോഡൊമൈൻ എന്ന് പറയുന്നത് കോഡൊമൈൻ is equal to ഈ സെറ്റ് എയിൽ നിന്ന് എയിലേക്ക് ആയതുകൊണ്ട് ദ കംപ്ലീറ്റ് സെറ്റ് എ ആണ് നമ്മുടെ കോഡൊമൈൻ. ദ കംപ്ലീറ്റ് സെറ്റ് എ ആണ് കോഡൊമൈൻ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ചോദിച്ചിരിക്കുന്നത് സെറ്റ് എ = മാത്തമാറ്റിക്സ്, സെറ്റ് ബി, സെറ്റ് ലെറ്റേഴ്സ് എന്താ പറയുക, സ്റ്റാറ്റിസ്റ്റിക്സ്, A - B, A ഇന്റർസെക്ഷൻ ബി ഒക്കെ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ സെറ്റ് എ ലെറ്റേഴ്സുകളാക്കി മാറ്റിയതാണെങ്കിൽ അതിൽ ഏതൊക്കെ ഉണ്ടാവും? M ഉണ്ടാവും, A ഉണ്ടാവും, T ഉണ്ടാവും, H ഉണ്ടാവും, E ഉണ്ടാവും. പിന്നെ വീണ്ടും MAT എഴുതേണ്ട കാര്യമില്ല. പിന്നെ I ഉണ്ടാവും, C ഉണ്ടാവും, S ഉണ്ടാവും. അതേപോലെ സ്റ്റാറ്റിസ്റ്റിക്സ് എഴുതുമ്പോൾ STA, പിന്നെ T എഴുതേണ്ട കാര്യമില്ല, I, പിന്നെ C, പിന്നെ S. പിന്നെ S എഴുതേണ്ട കാര്യമില്ല, ഓൾറെഡി S നമ്മൾ എഴുതിയാണ്. ഓക്കെ, നൗ A - B ആണ് ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യന്. A - B എന്ന് പറഞ്ഞാൽ എയിലുള്ള ബിന്റെ പോർഷൻ അങ്ങോട്ട് എലിമിനേറ്റ് ചെയ്യുക. എയിലുള്ള ബിന്റെ പോർഷൻ എലിമിനേറ്റ് ചെയ്യാം. എയിലുള്ള ബിന്റെ പോർഷൻ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എയിലുള്ള ബിന്റെ പോർഷൻ ഏതൊക്കെയാണ്? ഉണ്ട്? T ഉണ്ട്, I ഉണ്ട്, C ഉണ്ട്, S ഉണ്ട്, A ഉണ്ട്. ഓക്കെ, ബാക്കി ഏതാണുള്ളത്? M, H, E ഉണ്ടാവും. M, H, E ബാക്കി എല്ലാം ഉണ്ട്. ഓക്കെ, M, H, E ബാക്കിയൊക്കെ ബിയിലുള്ള പോർഷനാണ്. A ഇന്റർസെക്ഷൻ ബി രണ്ടിലും കോമൺ ആയിട്ട് ആരൊക്കെ ഉണ്ട്? രണ്ടിലും കോമൺ ആയിട്ടുള്ളത് ഞാനിപ്പോ നേരത്തെ ഒഴിവാക്കിയ ആൾക്കാരില്ലേ, അതായത് A, T, I, C, S. രണ്ടിലും കോമൺ ആയിട്ടുള്ള ആൾക്കാരെ ഞാൻ എഴുതിയെടുത്തു. ഓക്കെ, പിന്നെ വേറെ ക്വസ്റ്റ്യൻ, ഇത് നമ്മൾ ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ ആണ്, ഞാൻ പറയാറുണ്ട്, എല്ലാ സമയത്തും പറയുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. In a survey of 600 students, 150 students were found to be taking tea. Okay, N of T എന്ന് പറയുന്നത്, ഓക്കെ, N of T എന്ന് പറയുന്നത് എത്രയാണ്? 150. നമുക്ക് അല്ലെങ്കിൽ വെൻ ഡയഗ്രം വെച്ചിട്ട് വരയ്ക്കാം. വെൻ ഡയഗ്രം വെച്ചിട്ടും വരയ്ക്കാം. ഓക്കെ, വെൻ ഡയഗ്രം വെച്ചിട്ട് വരയ്ക്കാന്നുണ്ടെങ്കിൽ വെൻ ഡയഗ്രം വെച്ചിട്ട് വരയ്ക്കുമ്പോൾ ടീ ഓർ കോഫി അല്ലെ, ടീ, ഇവിടെ കോഫി. 150 taking tea, 225 taking coffee, 100 were taking both tea and coffee. അപ്പൊ ഇവിടെ 100. പിന്നെ ടി എന്ന് പറയുന്നത് 150 ആണ് ടി ഉള്ളത്. അപ്പൊ ഇവിടെ 50 ഉണ്ടാവും ബാലൻസ്. 225 കോഫി ആണെങ്കിൽ ഇവിടെ ബാലൻസ് 125 ഉണ്ടാവും. ഫൈൻഡ് ഹൗ മെനി സ്റ്റുഡൻസ് were taking neither tea nor coffee എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കോഫിയും ഇല്ല, ടീയും ഇല്ല. അപ്പൊ നിങ്ങൾ N of T union C കണ്ടിട്ട് അതിന്റെ കോംപ്ലിമെന്റ് ആയിരിക്കും. അതായത് അത് യൂണിവേഴ്സൽ സെറ്റ്, അതായത് ഈ ടോട്ടൽ കേസിന് ഒഴിവാക്കിയാൽ മതി. സോ ഇവിടെ എത്ര വരിക? 225, 275 വരും അല്ലെ. ഇത് 275 ടോട്ടൽ ആഡ് ചെയ്യട്ടോ. ഇനി നമ്മുടെ ആൻസർ നൈദർ ടീ നോർ കോഫി, N of T union C കോംപ്ലിമെന്റ് ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു ടോട്ടൽ കേസ് 600 നിന്ന്
275 ഒഴിവാക്കിയാൽ your answer will be 325. നെക്സ്റ്റ് യൂണിവേഴ്സൽ സെറ്റും ഒരു സെറ്റും ഇന്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ആ സെറ്റ് ആട്ടോ ഉണ്ടാവുക. അതേപോലെ തന്നെ വേറൊരു ക്വസ്റ്റൻ ആണ് എ യൂണിയൻ ബി കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. അത് ഷുവർ ആണ്, 100% ഷുവർ ആയിട്ട് ചോദിക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റൻ ആണ്. എങ്ങനെ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ LHS നിങ്ങൾ എ യൂണിയൻ ബി കാണാം. എ യൂണിയൻ ബി കാണുമ്പോൾ എന്താ ഉണ്ടാവുക? എ ബി സി ഡി ഇ ജി ഇതാണ് എ യൂണിയൻ ബി. എന്നിട്ട് അതിന്റെ കോംപ്ലിമെന്റ് എ യൂണിയൻ ബിന്റെ കോംപ്ലിമെന്റ് ദാറ്റ് ഇസ് ഈക്വൽ ടു ബി സി ഡി ഇ എഫ് ഉണ്ടാവും. എഫ് മാത്രമേ ഉണ്ടാവും അല്ലെ? എഫ് മാത്രമേ ഉണ്ടാവും. ഓക്കെ, എഫ് മാത്രം. എ ബി സി ഡി ഇ എവിടെ ഉണ്ട്? എഫ് മാത്രം. ഇനി RHS എന്ന് പറഞ്ഞാൽ എ കോംപ്ലിമെന്റ് ആദ്യം കാണാം. എ കോംപ്ലിമെന്റ് കാണുമ്പോൾ ഏതാണ്ടാവും? എ കോംപ്ലിമെന്റ് കാണുമ്പോൾ എ എഫ് ഉണ്ടാവും. എ എഫ് ജി, എ എഫ് ജി. ഇനി ബി കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ അതിൽ ഏതൊക്കെ ഉണ്ടാവും? അതിൽ ബി ഡി ഇ എഫ് എച്ച്. ഓക്കെ, ഇത് രണ്ടിലും കോമൺ ആയിട്ട് ഏതാ ഉള്ളത്? എ കോംപ്ലിമെന്റിലും ബി കോംപ്ലിമെന്റിലും കോമൺ ആയിട്ട് ഏതാ ഉള്ളത്? അത് എഫ് മാത്രമാണ്. ഓക്കെ, സോ വി ക്യാൻ സേ ദാറ്റ് LHS ഈക്വൽ ടു RHS. LHS ഈക്വൽ ടു RHS. ഇത് ഉറപ്പായിട്ടും ചോദിക്കാൻ 100% ഷുവർ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റൻ ആണ് ഈ ഒരു വെൻ ഡയഗ്രം ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ. ദെൻ ഇതിന്റെ തേർഡ് പാർട്ട് 400 people, 250 speak Hindi, 200 speak Malayalam. How many speak both Hindi and Malayalam? ജസ്റ്റ് ഒന്ന് ഇക്വേഷൻ എടുത്താൽ മതി. ഇക്വേഷൻ എടുത്താൽ കിട്ടും ഹിന്ദി N of H. നിങ്ങൾ ടേബിൾ ഏത് രീതിയിൽ എഴുതട്ടോ? ഹിന്ദി 200, ഹിന്ദി 250. ഹിന്ദി 250 ആണ്. മലയാളം പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? മലയാളം 200. ഓക്കെ, ടോട്ടല് നമുക്ക് ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. N of H union M equal to N of H plus N of M minus N of H intersection M. അത് വെച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ 400 ഉണ്ടാവും. ഇവിടെ 200 plus 250 minus N of H intersection M. ഇത് ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്നാൽ N of H intersection M equal to 450 minus 400 എന്നുണ്ടാവും, which is equal to 50. നിങ്ങളോട് ചോദിച്ചാൽ ബോത്ത് ഹിന്ദി ആൻഡ് മലയാളമാണ് ചോദിച്ചിരിക്കുന്നത്. സോ 50 ആയിരിക്കും ആൻസർ ഉണ്ടാവുക. വെൻ ഡയഗ്രാം വെച്ച് വരയ്ക്കുകയാണെങ്കിൽ ഇതേപോലെ കിട്ടുട്ടോ. വെൻ ഡയഗ്രാം വെച്ച് വരയ്ക്കുന്ന സമയത്ത് ഇവിടെയുള്ള വാല്യൂ നമുക്കറിയില്ല. 250 സ്പീക്ക് ഹിന്ദി എന്ന് പറഞ്ഞാൽ ഇവിടെ 250 മൈനസ് എക്സ്, ഇവിടെ 200 മൈനസ് എക്സ്, 200 മൈനസ് എക്സ് ഹിന്ദി മലയാളം. N of H union M എന്ന് പറഞ്ഞാൽ 200 മൈനസ് എക്സ് പ്ലസ് എക്സ് പ്ലസ് 200 മൈനസ് എക്സ്, ദാറ്റ് ഇസ് 400 is equal to ഈ എക്സ് ഇതും കട്ടായി 450 മൈനസ് എക്സ്, or x equal to 450 minus 400, that will be equal to 15. Okay, now last question. ഇത് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞു നമ്മുടെ 50-50 എന്ന് പറയുന്ന ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള സെഷൻ. അതായത് 1.5 hours കൊണ്ട് നമ്മൾ 50 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. നിങ്ങൾ പരീക്ഷാ ഹാളിൽ നാളെ പോകുന്ന സമയത്ത് ഇതിന്റെ പകുതി സമയം കൊണ്ട്, ഇതിന്റെ ഇരട്ടി സമയം കൊണ്ട് ഇതിന്റെ 1/3 ക്വസ്റ്റ്യൻസ്, ഒരു 20 ക്വസ്റ്റ്യൻ ഒക്കെ ആയിരിക്കും നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടി വരിക. ഓക്കെ, അപ്പൊ നിങ്ങൾ പഠിക്കേ വേണ്ട, ധൈര്യമായിട്ട് പോവാ. ഇതോടെ ചെയ്തിട്ട് നമുക്ക് പറയാം. റൈറ്റ് ദ സെറ്റ് എ ഇൻ റോസ്റ്റർ ഫോം. ഇത് ഡയഗ്രത്തിൽ നോക്കിയിട്ട് AB എഴുതിയെടുക്കണം. സെറ്റ് എയിൽ ആരൊക്കെ ഉണ്ട്? സെറ്റ് എയിൽ ഈ ഡയഗ്രം നോക്കിയിട്ട് എഴുതിയെടുക്കാം. 3 4 6 3 4 6 10. സെറ്റ് ബിയിൽ ആരൊക്കെ ഉണ്ട്? സെറ്റ് ബിയിൽ 2 3 4 5 11. ഓക്കെ, എഴുതി. ഇനി വെരിഫൈ ദാറ്റ് എ യൂണിയൻ ബി കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. ഞാൻ നേരത്തെ എഴുതിയ ക്വസ്റ്റ്യൻ തന്നെയാണ്, ഇത്രയും പ്രധാനപ്പെട്ട ആയതുകൊണ്ട് ഞാൻ ഒന്നുകൂടി ഇതാണ്. ആദ്യം എ യൂണിയൻ ബി. എ യൂണിയൻ ബി എന്ന് പറയുമ്പം 2 3 4 5 6 10 11. അതിന്റെ കോംപ്ലിമെന്റ് എ യൂണിയൻ ബിന്റെ കോംപ്ലിമെന്റ് എടുക്കുമ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞാൽ 1 മുതൽ 13 വരെ ഉണ്ട്. അപ്പം ബാക്കിയുള്ള നമ്പേഴ്സ് ഏതൊക്കെ വരിക നോക്കാം. 1 5 6 1 7 8 9 12 13. ഇനി RHS എ കോംപ്ലിമെന്റ് കണ്ടുവെക്കണം. എ കോംപ്ലിമെന്റ് ഈക്വൽ ടു
3, 4, 6, 10 ഒഴിവാക്കിയാൽ ബാക്കി ഏതൊക്കെ ഉണ്ടാവും? 1, 2, 5, 7, 8, 9, 11, 12, 13. ഇനി ബി കോംപ്ലിമെന്റ് എടുക്കുന്ന സമയത്ത് ഏതൊക്കെ ഉണ്ടാവും? 1, 1, 2, 3, 4, 5 അവിടെ ഉണ്ട്. 6, 7, 8, 9, 10, 11 അവിടെ ഉണ്ട്. 12, 13. ഇതിന് ഇത് രണ്ടിലും കോമൺ ആയിട്ടുള്ളത് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ദാറ്റ് വിൽ ബി ഈക്വൽ ടു രണ്ടിലും കോമൺ ആയിട്ടുള്ളത് ഏതൊക്കെയാണ്? 1 ഉണ്ട്, 7 ഉണ്ട്, 8 ഉണ്ട്, 9 ഉണ്ട്, പിന്നെ 12 ഉണ്ട്, 13 ഉണ്ട്. ഇത് തന്നെയാണ് നമ്മൾ ഇവിടെ കണ്ട ഈ സെറ്റ് അല്ലേ? സോ എ യൂണിയൻ ബി കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. സോ ഇവിടെ ഒരു ക്വസ്റ്റിനോട് ചോദിച്ചിട്ടുണ്ട് n ഓഫ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതാണ് കുട്ടികളെ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത്. അതിന്റെ കോംപ്ലിമെന്റ് എത്ര എണ്ണം ഉണ്ട് എന്നാണ്. അതിന്റെ കോംപ്ലിമെന്റ് നിങ്ങൾ ഒന്ന് എണ്ണി എടുത്താൽ മതി. ഈ 3, 4 ഒഴിവാക്കി കഴിഞ്ഞാൽ, ഈ 3നെയും 4നെയും ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടാവും? മൊത്തം 13 എണ്ണത്തിൽ 2 എണ്ണം പോയി കഴിഞ്ഞാൽ 11 ആയിരിക്കും ഇതിന്റെ ആൻസർ. 11. ഓക്കെ. സോ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു സെഷൻ ആണ്. ഞാൻ വളരെ സ്പീഡിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഒന്നും പറയുന്നില്ല, നല്ല സ്പീഡിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ എല്ലാ ചാപ്റ്ററും ഞാൻ കവർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. വളരെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. ഈ ക്വസ്റ്റ്യൻസുകൾ നാളത്തെ പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള സാധ്യത 50-50 ആണ്. വരാൻ സാധ്യത നല്ല സാധ്യതയുള്ള ക്വസ്റ്റ്യൻസുകൾ മാത്രം സെലക്ട് ചെയ്തിട്ടുള്ള ഒരു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സെഷനാണ്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇപ്പം ഞാനൊരു 1.5 മണിക്കൂറാണ് ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്തിട്ടുള്ളത്. ആ 1.5 മണിക്കൂർ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് വിചാരിക്കുകയാണ്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു. Thank you, sir. Thank you. Thank you. Thank you, sir. Thank you all.